Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 23rd September 2022. നമസ്കാരം, ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമുക്ക് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ വൊക്കാബുലറി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9:30 or 9:45 വരെ നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് പോകാറുണ്ട്. അപ്പം എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ റെഗുലറായിട്ട് വരിക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഡിസ്കസ് ചെയ്യാനും ഉണ്ട്. അപ്പോൾ നമസ്കാരം. നമുക്ക് നമ്മുടെ കോട്ട് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? താമസിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ കോട്ട് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ കോട്ട് ഇസ് ഇഫ് ദ ആക്ഷൻ ലീഡ്സ് ടു പീസ് ഇറ്റ് ഈസ് ദ റൈറ്റ് ആക്ഷൻ. നമ്മൾ പറയില്ലേ, വയലൻസ് എന്ന് പറയുന്നത് നോൺ വയലൻസിനെ പറ്റിയൊക്കെ നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ എന്താ പറയുക, കയ്യാങ്കളി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, ഒക്കെ നല്ല ഇതിന് വേണ്ടിയിട്ടല്ല, അതെപ്പോഴും മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കും. രണ്ട് സൈഡിലും നഷ്ടം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. യുദ്ധം ഒന്നിനൊരു പോംവഴിയല്ല നമ്മൾ പറയാറില്ലേ. ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാറിനെ പറ്റി നമ്മളെല്ലാവരും എതിർത്ത് എന്തുകൊണ്ടാണ്? അതൊന്നിനൊരു പോംവഴിയല്ല. അതുപോലെ തന്നെ ഓർക്കുക, ഇഫ് ആൻ ആക്ഷൻ ലീഡ്സ് ടു പീസ്, സമാധാനത്തിലേക്ക് നമ്മളിപ്പോൾ സമാധാനമായി, ഇപ്പോൾ ഒരു ജോലി കിട്ടി, സമാധാനമായി, അല്ലെങ്കിൽ ഒരു പോസ്റ്റിലൂടെ നമ്മൾ സെലക്റ്റഡ് ആയി, അല്ലെങ്കിൽ നമ്മളൊരു എക്സാം എഴുതി കഴിഞ്ഞു, സമാധാനമായി, അല്ലെങ്കിൽ എന്തൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, സമാധാനമായി. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പീസ്, നമുക്കൊരു ഇൻറ്റേർണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഒരു സമാധാനമായി എന്നൊരു ഒരു തോന്നൽ നമുക്ക് വരുന്നുണ്ടല്ലോ, എങ്കിൽ യു ഹാവ് ഡൺ ദ റൈറ്റ് തിങ്, എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആക്ഷനാണ്, ഇറ്റ്സ് എ റൈറ്റ് ആക്ഷൻ. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ചില സമയത്ത് ഒരു സംതൃപ്തി തോന്നാറുണ്ടോ, എങ്കിൽ ദാറ്റ് ഈസ് എ റൈറ്റ് ആക്ഷൻ പീപ്പിൾ. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ഇന്ന് നമ്മുടെ ചിന്താ വിഷയം ഇതായിരിക്കട്ടെ. ഇഫ് ദ ആക്ഷൻ ലീഡ്സ് ടു പീസ്, നിങ്ങളെ ആ ഒരു കാം ആൻഡ് ക്വയറ്റ് സാറ്റിസ്ഫൈഡ് ഒരു അറ്റ്മോസ്ഫിയറിലോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഒരു കണ്ടീഷനിലോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് കറക്റ്റാണ്. യെസ്, സെപ്റ്റംബർ 26 എക്സാം അല്ലേ? ഹോൾ ടിക്കറ്റ് വന്നു എന്ന് ഞാൻ അറിഞ്ഞു, 27 വന്നു എന്ന് കുറച്ച് പേര് പറഞ്ഞു. അപ്പോൾ 26, 27 2 ദിവസമായിട്ട് നടത്തുന്ന എക്സാം. ഓക്കെ, നന്നായി കെ പി കുട്ടൻ. അപ്പോൾ തിരുവനന്തപുരത്ത് പോയിട്ട് എക്സാം എഴുതാം. കെ പി കുട്ടൻ്റെ ഡൽഹി പോക്ക് മുടങ്ങിയല്ലേ, കുഴപ്പമില്ല, നമുക്ക് വേറൊരു ടൈം ആയിക്കോട്ടെ കെ പി കുട്ടൻ. അപ്പോൾ ഗുഡ് മോർണിംഗ് പീപ്പിൾ, ലെറ്റ് സ്റ്റാർട്ട്. അത് നമ്മുടെ Adda247 ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പോയി ഡൗൺലോഡ് ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്യാം. അപ്പോൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ അവർ ചോദിക്കും വിച്ച് എക്സാം ആർ യു പ്രിപ്പയറിംഗ് ഫോർ. അപ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കാം? അവിടെ സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കുക, അവിടെ കേരള എക്സാംസ് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെയും കോഴ്സുകളുടെയും എക്സാംസിൻ്റെയും ഡെയിലി ക്വിസസ് സബ്ജക്ട് വൈസ് ആയിട്ടും അതുപോലെ എക്സാം വൈസ് ആയിട്ടും നിങ്ങൾക്ക് കിട്ടും. കൂടാതെ കറണ്ട് അഫയേഴ്സിൻ്റെ ബുള്ളറ്റിൻ പോയിന്റ്സ് കിട്ടും, മാഗസീൻസ് കിട്ടും, നോട്ട്സ് കിട്ടും, ആർട്ടിക്കിൾസ് കിട്ടും. വായിക്കുക, വളരുക അല്ലേ? അതുപോലെ തന്നെ ഒരു ജോബ് അലേർട്ട്സ് മിസ്സാവാതിരിക്കട്ടെ, നോട്ടിഫിക്കേഷൻസ് ഒന്നും മിസ്സാവരുത്. ജോലി എന്ന് പറയുന്നത് നമ്മൾ നേടി കണ്ടുപിടിക്കണം, അവസരങ്ങളെ തേടി കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മുന്നിൽ വന്ന് കിടക്കുന്ന അവസരങ്ങളെ കാണാതെ പോകരുത്, അറിയാതെ പോകരുത് കേട്ടോ. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യുക. ഏതെങ്കിലും വീഡിയോസ് മിസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ അതിനെ നോക്കി കാണാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ Adda247 മലയാളം ചാനലാണ്. നമ്മുടെ മലയാളം ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ എല്ലാ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യും. ഇതിപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ ക്ലാസ്സുകൾ, ഹൈക്കോർട്ടിൻ്റെ ക്ലാസ്സുകൾ, കോർട്ട് എക്സാംസ് റിലേറ്റഡ് എല്ലാ ക്ലാസ്സുകളും, KS ക്ലാസ്സുകൾ, SSC ക്ലാസ്സുകൾ, ബാങ്കിങ്ങിൻ്റെ ക്ലാസ്സുകൾ, കേരള PSCയുടെ ക്ലാസ്സുകൾ എല്ലാം ഇവിടെ കിട്ടും. അതുപോലെ ക്ലാസ്സുകൾ മാത്രമല്ല കേട്ടോ, ഈ PYQ സെഷൻസ്, എക്സാം അനാലിസിസ്, അതുപോലെ തന്നെ ഫോം ഫില്ലിങ്, അപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട്, സ്ട്രാറ്റജി വീഡിയോസ്, അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയറിംഗ് സെഷൻസ്, ഓരോ സബ്ജക്റ്റുകളുടെയും ക്ലാസ്സുകളുണ്ട്, PYQ ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, അങ്ങനെ എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ ഈ ഒരു സെഷൻ നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്ന് 23-ാം തീയതി അല്ലേ? ഇന്നത്തെ എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എല്ലാ ദിവസവും 2 ആർട്ടിക്കിൾസിൽ ഒരു ആർട്ടിക്കിളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് സെലക്റ്റഡ് ആർട്ടിക്കിൾ ഏതെന്ന് പറയും, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ചുമ്മാ പഠിക്കാൻ, ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുള്ളവർക്കും ഈ സെഷൻ ഹെൽപ്ഫുൾ ആണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ, പഠിക്കാൻ ഇവിടെ. അതല്ലാതെ KPSC പഠിക്കുന്നവരുണ്ടാവും, UPSC എക്സാം നോക്കുന്നവരുണ്ടാവും, KS നോക്കുന്നുണ്ടാവും, SSC, ബാങ്കിങ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് സെക്ടർ, ഏത് മേഖലയിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾ ഒരുപാട് വൊക്കാബുലറി, ഇവിടെ നഷ്ടം നിങ്ങൾക്ക് വരുന്നില്ല. ഒരുപാട് വൊക്കാബുലറി പഠിക്കും, നിങ്ങൾ ഒരുപാട് ഗ്രാമർ സ്ട്രക്ചേഴ്സ് റിവൈസ് ചെയ്ത് പോകും. നിങ്ങൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് നിങ്ങളത് കറക്റ്റ് ചെയ്ത് ഞാൻ തരും. അതുപോലെ നിങ്ങളുടെ ജനറൽ അവയർനെസ്, ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ജനറൽ അവയർനെസ് നിങ്ങൾക്ക് കൂട്ടും. ഡെയിലി കാര്യങ്ങൾ അല്ലേ, ഒരു പിടിക്ക് 2 പക്ഷിയ അനുദിനം നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. കൂടാതെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ സെറ്റായി, അഡീഷണൽ ആയിട്ട് ഒരു എനർജി അതിന് കൊടുക്കേണ്ട കാര്യം നിങ്ങൾക്ക് വരുന്നില്ല. കൂടാതെ കോംപ്രിഹെൻഷൻ സ്കിൽസ്, നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി കൂട്ടാൻ ഈ ഒരു സെഷൻ ഹെൽപ്ഫുള്ളാണ്. പിന്നെ നിങ്ങൾ പോലും അറിയാം നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇംപ്രൂവ് ആവും. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ വരുമ്പോൾ ചടപടയെന്നൊക്കെ സംസാരിക്കാനൊക്കെ ഒരു കോൺഫിഡൻസും നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യം പഠിച്ചു കഴിയുമ്പം ആ ഒരു ഇത് നമ്മുടെ ജനറൽ അവയർനെസ് കൂട്ടി നമുക്ക് ഒരാളുടെ മുമ്പിൽ കോൺഫിഡൻസിലോട് സംസാരിക്കാൻ പറ്റുന്നെങ്കിൽ ദാറ്റ്സ് വാട്ട് വി നീഡ്. അതാണ് നമുക്ക് വേണ്ടത്.
അപ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. രാവിലെ 8:30 എന്നും നമ്മൾ ഈ എഡിറ്റോറിയലുമായിട്ട് ഇങ്ങനെ വരാറുണ്ട്, മൺഡേ ടു സാറ്റർഡേ. ഓക്കെ എൻ്റെ പൊന്ന് കേപ്പിക്കുട്ടൻ, നിന്നെ എന്താ ഞാൻ പറയണ്ടേ, വാട്ട് ടു സേ അല്ലേ. ഗുഡ് മോർണിംഗ് പീപ്പിൾ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമുക്ക് തുടങ്ങാൻ താമസിപ്പിക്കുന്നില്ല. ഇന്ന് 2 ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു ആർട്ടിക്കിൾ ഈസ് അബൌട്ട് ഇലക്ഷൻ കമ്മീഷൻ കയറി ഇടപെട്ട ഒരു കാര്യത്തിൽ. നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ള ഒരു പാർട്ടിയിൽ പ്രസിഡന്റിനെ അവരങ്ങ് ലൈഫ് ലോങ് പ്രസിഡന്റ് ഫോർ ലൈഫ് ആളാണ് പ്രസിഡന്റ് എന്നൊരു തീരുമാനം എടുത്തപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇടപെട്ടിട്ട് പറഞ്ഞു, അത് പറ്റത്തില്ല, അങ്ങനെ എന്താ പറയുക, അങ്ങനെ തായ്വേര് കടി കുടുംബക്കളിയൊന്നും പറ്റത്തില്ല. അതിന് ദാറ്റ് ഈസ് അഗൻസ്റ്റ് ഡെമോക്രസി, ദാറ്റ് ഈസ് ആൻറ്റി ഡെമോക്രാറ്റിക് എന്നാണ്. അത് ഡെമോക്രസിക്കെതിരെയാണ്. പീപ്പിൾ വേണം, ജനങ്ങൾ വേണം തിരഞ്ഞെടുക്കാൻ ഏത് നേതാവിനെ വേണം എന്നുള്ളത്, പൊളിറ്റിക്കൽ ലീഡർ വേണം എന്നുള്ളത് തിരഞ്ഞെടുക്കുന്ന എന്ന് പറഞ്ഞ് അതിലൊന്ന് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഹൈലി പൊളിറ്റിക്കലി ഇൻക്ലൈൻഡ്. പൊളിറ്റിക്കൽ ചൊവ്വയുള്ളത് കൊണ്ട്, നമ്മൾ ടച്ച് ഉള്ളത് കൊണ്ട് നമ്മൾ നോക്കുന്നില്ല, വേറൊന്നും കൊണ്ടല്ല. അത് ഇപ്പോൾ ഷമ്മാസനോട് പറഞ്ഞ പോലെ ഞാൻ പൊളിറ്റിക്കൽ ആർട്ടിക്കിൾസ് അധികം ഇടപെടാറില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല. പൊളിറ്റിക്കൽ ആർട്ടിക്കിൾസ് എക്സാമിന് വരാറില്ല. വെറുതെ എന്തിനാ പൊളിറ്റിക്കൽ ആർട്ടിക്കിൾസ് നിങ്ങൾ വായിച്ച് വിടുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് പൊളിറ്റിക്കൽ ഈ കാര്യങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കണമെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഗിവ് ഇറ്റ് എ റീഡ്. അല്ലാതെ വായിക്കേണ്ട കാര്യം ഞാൻ പറയില്ല ഒരിക്കലും. പിന്നെ വൊക്കാബുലറി അതിൽ വളരെ കുറവാണ്, വളരെ സിംപ്ലസ്റ്റ് റീഡിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ബട്ട് ഇവിടെ നമുക്ക് രണ്ടാമത് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഈസ് ഓൾ അബൌട്ട് സ്പോർട്സിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ സ്പോർട്സ് കൗൺസിലിനെ പറ്റിയും കോഡിനെ പറ്റി, നമ്മുടെ സ്പോർട്സ് കോഡിനെ പറ്റിയൊക്കെ നമ്മളൊരു ആർട്ടിക്കിൾ ഇന്ന് വായിക്കാൻ പോവാണ്. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. ഫ്രേസൽ വേർബ്സ് ഇച്ചിരി ഉണ്ട്, അതുപോലെ തന്നെ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് വിടാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന്, അതും സിമ്പിൾ റീഡ് തന്നെയാണ്, പക്ഷെ നമുക്ക് വായിച്ചു വിടാം. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കും. നമ്മൾ ക്ലാസ് ഇങ്ങനെയാണ് പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസ് ഒക്കെ നോക്കും. അതിനുശേഷം നമ്മൾ നമ്മുടെ മറ്റ് വൊക്കാബുലറി വേർഡ്സ്, എന്താണ് സിനണിംസ്, ആന്റണിംസ്, കൺഫ്യൂസിങ് വേർഡ്സ്, റിലേറ്റഡ് വേർഡ്സ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നു നമ്മുടെ സെലക്റ്റഡ് ആർട്ടിക്കിൾ ഉണ്ടല്ലോ, ആർട്ടിക്കിൾ വായിക്കുന്നു ഡീറ്റെയിൽ ആയിട്ട്. എന്നിട്ട് ആർട്ടിക്കിളിന് ശേഷം ഇന്നത്തെ സ്പോട്ട് ദർ ഹോംവർക്ക് നോക്കുന്നു. ആൻഡ് ഇന്നത്തെ സ്പോട്ട് ദർ ക്വസ്റ്റ്യൻ തരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറായെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഉഷാറായിട്ട്. ഗുഡ് മോർണിംഗ് പീപ്പിൾ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യത്തെ ഫ്രേസൽ വേർബ്. ഇന്നലെ നമ്മൾ പുഷപ്പ് പറഞ്ഞല്ലേ, ഒരു ലെവലിൽ എമൗണ്ട് കൂട്ടുക, മേക്ക് സംതിങ് ടു എ ഹയർ എമൗണ്ട് ഒരു ഹയർ ലെവൽ എന്നില്ല പഠിച്ചു. പുഷ് അപ്പ്. ഇന്ന് ദേ വന്നിരിക്കുന്നു പുൾ അപ്പ്. പുൾ അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്റ്റോപ്പ് ചെയ്യുക എന്നാണ് അർത്ഥം. ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക എന്നാണ് പുള്ളപ്പിൻ്റെ അർത്ഥം. പുഷപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തിനെ നമ്മൾ കുറച്ചൊരു ഹയർ ലെവലിലോട്ട്, ഹയർ എമൗണ്ടിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. എന്നാൽ പുള്ളപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക എന്നാണ് കേട്ടോ. പുള്ളപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക എന്നാണ്. അപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്യണം ഡീറ്റെയിൽ ആയിട്ട് അല്ലേ. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുക എന്നൊക്കെയാണ് ഈ പറയുന്ന പുള്ളപ്പിൻ്റെ അർത്ഥം. അടുത്തത് ടേക്ക് പാർട്ട്. ഡു യു ലൈക്ക് ടു ടേക്ക് പാർട്ട് ഇൻ ദിസ് പ്രോഗ്രാം? ഈ പ്രോഗ്രാമിന് ടേക്ക് പാർട്ട് ചെയ്യുന്നതിനൊക്കെ താല്പര്യമുണ്ടോ? പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, ഗെറ്റ് ഇൻവോൾവ് അല്ലെങ്കിൽ ബി ഇൻവോൾവ് എന്നൊരു അർത്ഥമാണ് ടേക്ക് പാർട്ടിന് അല്ലേ. പങ്കെടുക്കുക, ദാറ്റ് ഈസ് ടേക്ക് പാർട്ട്. ടേക്ക് യുവർ പാർട്ട്, നിന്റെ ഭാഗം നീ ഏറ്റെടുക്കുക, ദാറ്റ് ഈസ് ടേക്ക് പാർട്ട്. ടേക്ക് പാർട്ട് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഓർ ബി ഇൻവോൾവ് എന്നാണ് അർത്ഥം. ഓർത്ത് വെച്ചോണേ. ഓൾ റൈറ്റ്. അടുത്തത് ഫീഫ്ഡം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞതല്ലേ, ഫ്യൂഡൽ ലോർഡ്, ഫ്യൂഡൽ പ്രഭുക്കന്മാർ ഭരിക്കുന്ന ഒരു ഏരിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഫീഫ്ഡം. പണ്ട് കാലഘട്ടത്തിൽ യൂറോപ്പിലായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ, യൂറോപ്പിലാണ് ഈ തുടങ്ങി വന്നിട്ടുള്ളത് ഫീഫ്ഡം. അപ്പം പ്രഭുക്കളൊക്കെ ഭരിക്കുന്ന ആ ഒരു ഏരിയ, അവരുടെ ഏരിയ ഇല്ലേ, അവരുടെ ടെറിട്ടറിക്ക് പറയുന്ന പേരാണ് ഫീഫ്ഡം. കിങ് ഭരിക്കുന്ന ഏരിയ കിങ്ഡം ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. ഫീഫ്ഡം, ഡ്യൂക്ക് ഭരിക്കുന്ന ഏരിയ ഡ്യൂക്ഡം, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പേരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം അതൊക്കെ മാറി ആണല്ലോ, ഇതൊക്കെ മാറി. ഇപ്പോൾ എല്ലാം ജനാധിപത്യമായി കൂടുതലായിട്ട്. കിങ്ഡം ഉണ്ട്, ഇല്ലെന്ന് പറയുന്നൊന്നുമില്ല. കിങ്ഡം ഉള്ള ഇടത്തുണ്ട്, കിങ്ഡം ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഫീഫ്ഡം ഇപ്പോൾ ഇല്ല. പക്ഷെ ഫീഫ്ഡത്തിന് വേറൊരു അർത്ഥം ഇപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഇവല്യൂഷനൊക്കെ സംഭവിച്ചതിന് ശേഷം ഫീഫ്ഡം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്: ആൻ ഏരിയ അല്ലെങ്കിൽ ആൻ ആക്ടിവിറ്റി ദാറ്റ് ഇസ് കൺട്രോൾഡ് ബൈ സംബഡി. ഒരാളുടെ മാത്രം കുത്തക ആയിട്ടുള്ള, അതെന്ന് പറയുന്നത് നമ്മൾ പറയില്ല, മോണോപ്പൊളിയാണ്. ഒരാളുടെ മാത്രം അവകാശമായിട്ട്, അവരുടെ മാത്രം കൺട്രോൾ ചെയ്യുന്ന ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, ആക്ടിവിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫീഫ്ഡം എന്ന് വിളിക്കും. അപ്പോൾ സ്പോർട്സിനെ അങ്ങനെ നമ്മൾ പറയും. ഒരാളുടെ ഫീഫ്ഡം ആയിട്ട് നമുക്ക് സ്പോർട്സിനെ കൊണ്ടുവരാൻ പറ്റില്ല അല്ലേ, അത് പാടില്ല. അതുപോലെ തന്നെയാണ് പൊളിറ്റിക്കൽ പാർട്ടിയിലും ഒരാളുടെ മാത്രം ഏരിയ ആയിട്ട് മാറിയാൽ ദാറ്റ് ഇസ് നോട്ട് ഡെമോക്രസി എന്ന് നമ്മൾ പറയും അല്ലേ. ഫീഫ്ഡം അങ്ങനെ ആവാൻ പാടില്ല എന്ന് പറയും. സോ ദാറ്റ് ഇസ് ഫീഫ്ഡം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മൾ. an area or activity that is controlled by somebody, അതിനെയാണ് നമ്മൾ ഫീഫ്ഡം എന്ന് പറയും. അടുത്തത് ഗെറ്റ് വൺസ് ആക്ട് ടുഗെദർ. എടാ എന്താ നിനക്ക് പറ്റിയേ? യു ബെറ്റർ ഗെറ്റ് യുവർ ആക്ട് ടുഗെദർ. നീ വേഗം ഇതായിക്കോട്ടോ. ചില ആൾക്കാരില്ലേ, ബ്രേക്കപ്പിനൊക്കെ ശേഷം വാരണായിരത്തിൻ്റെ അകത്ത് സൂര്യയുടെ അവസ്ഥ എന്താ? He's completely
എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് പറയുന്നത് പോലെ അല്ലേ, ഇസ് കംപ്ലീറ്റ്ലി ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അല്ലേ ഇതിൻ്റെ അകത്ത്. കാര്യം ആഫ്റ്റർ ദ ബ്രേക്കപ്പ് അല്ല ആഫ്റ്റർ ദി ഈവൻറ്റ്, അവൻ്റെ ലൈഫിൽ നടന്ന ഒരു സിറ്റുവേഷന് ശേഷം. അപ്പം നമ്മുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു എന്താണ് പറയുക, എന്തെങ്കിലും ഒരു ടെറിബിൾ സിറ്റുവേഷൻ നടന്നാൽ, എന്തെങ്കിലും ഒരു പ്രോബ്ലം, ഒരു സെറ്റ് ബാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വിൽ ബി കംപ്ലീറ്റ്ലി ഡൗൺ, ആകെപ്പാടെ ഡൗൺ ആവും. അപ്പോൾ മറ്റുള്ളവർ നമ്മളോട് പറയും, ദേ ഇങ്ങനെ നിന്നാൽ പോരാട്ടോ, ഉപദേശം ഉണ്ടാവും. ചിലപ്പോൾ നല്ല സജഷനായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്, ടു ഗെറ്റ് യുവർ ആക്ട് ടുഗെദർ, ഗെറ്റ് യുവർ ആക്ട് ടുഗെദർ, ഗെറ്റ് വൺസ് ആക്ട് ടുഗെദർ എന്നൊക്കെ നമ്മളോട് ഒരാൾ പറയുമെങ്കിൽ ദാറ്റ് ഈസ് ഓർഗനൈസ് വൺസ് ലൈഫ്. ആകപ്പാടെ കുളമായിട്ടിരിക്കുന്ന സാധനത്തിന് ഓർഗനൈസ് ചെയ്യുക, ലൈഫിനെ ഓർഗനൈസ് ചെയ്തിട്ടേ ആൻഡ് വർക്ക് ബെറ്റർ, ഇമ്പ്രൂവ് ചെയ്യുക, നേരെ ഒന്ന് നീ ശരിക്കും ട്രാക്കിലോട്ട് വന്നേ എന്നൊക്കെ നമ്മളോട് പറയില്ലേ, അതിനാണ് ഗെറ്റ് വൺസ് ആക്ട് ടുഗെദർ. അതായത് കുളമായി കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒരാളോട് ഓർഗനൈസ് ചെയ്യാനും ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനും പറയുന്നതിനെയാണ് നമുക്ക് പറയാം ഗെറ്റ് വൺസ് ആക്ട് ടുഗെദർ. ക്ലിയർ അല്ലേ? ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. അടുത്ത് നോക്കി ഇഡിയം ആണത്. അടുത്ത് ക്യാരി ഔട്ട്. ദേ ക്യാരിഡ് ഔട്ട് ദ ഫംഗ്ഷൻ വെരി വെൽ. അടിപൊളിയായിട്ട് ഫംഗ്ഷൻ അവർ കണ്ടക്ട് ചെയ്യുക. പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറയില്ല, ക്യാരി ഔട്ട് ചെയ്യാൻ, പെർഫോം ചെയ്യാം എന്നൊക്കെ പറയും. ദാറ്റ് ഈസ് ക്യാരി ഔട്ട്. ഓർത്താൽ മതി, ക്യാരി ഔട്ട്. ഓക്കെ, വളരെ കോമൺ ആയിട്ടുള്ള ഡെയിലി യൂസേജിലെ വേർഡ്സ് ആണിത്. അടുത്ത് ബെയർ അപ്പോൺ അല്ലെങ്കിൽ ബെയർ ഓൺ. ബെയർ അപ്പ് ഓൺ പറയാം, അപ്പോൺ ഒറ്റ വാക്കായിട്ട് പറയാം, ബെയർ അപ്പോൺ അല്ലെങ്കിൽ ബെയർ ഓൺ പറയാം. രണ്ടും മീനിങ് ഒരേ കാര്യമാണ്. ബെയർ ഓൺ അല്ലെങ്കിൽ ബെയർ അപ്പോൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഹാവ് ആൻ എഫക്റ്റ് ഓൺ സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മേലെ നമുക്കൊരു എഫക്റ്റ് ഉണ്ടാവുക. ദാറ്റ് ഈസ് ബെയർ ഓൺ അല്ലെങ്കിൽ ബെയർ അപ്പോൺ. ഒരു കാര്യത്തിൻ്റെ മേലെ ഒരു ഇഫക്റ്റ് ഉണ്ടാവുക, അതിനെയാണ് ബെയർ അപ്പോൺ അല്ലെങ്കിൽ ബെയർ ഓൺ എന്ന് നമ്മൾ പറയാം കേട്ടോ, ഓർത്ത് വെച്ചോണം. അടുത്ത വാക്ക് നിങ്ങൾ കേട്ട് പരിചയമുണ്ട്, ഡൈനാസ്റ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഡൈനാസ്റ്റി കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഡൈനാസ്റ്റിസിസം കേട്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. ഡൈനാസ്റ്റി എന്ന് പറയുന്നത് എന്താ ഡൈനാസ്റ്റി പറയാവോ? പെട്ടെന്നൊന്ന് ലൈവിലുള്ളവർ കമൻറ്റ് ചെയ്ത് എന്താ ഡൈനാസ്റ്റി എന്നതിൻ്റെ മലയാളം. അപ്പോൾ ഡൈനാസ്റ്റിസം എന്നുള്ളത് നമുക്ക് നോക്കാം. ഡൈനാസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് ദ റൂളേഴ്സ് ബിലോങ് ടു ദ സെയിം ഫാമിലി. ഒരേ കുടുംബത്തിൽ നിന്ന് റൂളേഴ്സ് വരെ. ഇപ്പം മുഗൾ ഡൈനാസ്റ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ല, ഒരുപാട് ഇന്ത്യ കണ്ട ഡൈനാസ്റ്റികൾ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറയാം. കാരണം ഇന്ത്യയിൽ വന്ന് ഭരിച്ച് ഇന്ത്യ എക്സ്പ്ലോയിറ്റ് ചെയ്ത ഡൈനാസ്റ്റികളെ പോലെ വേറെ ഡൈനാസ്റ്റി വേറെ എവിടെ ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടാണ് ബ്രിട്ടീഷേഴ്സൊക്കെ വന്നിട്ടുണ്ട് അല്ലേ, നമ്മുടെ എന്താണ് നമ്മൾ പറയില്ലേ, വൈറ്റ്സ് വന്ന് നമ്മളെ മൊണോപ്ലൈസ് ചെയ്തതെന്ന് പറയും. വംശം അല്ലേ, ഡൈനാസ്റ്റി എന്നൊക്കെ വംശാവലി എന്നൊക്കെ നമ്മൾ പറയില്ലേ, വംശം അതാണ് അല്ലേ പറയുന്നത്, രാജവംശം എന്നൊക്കെ പറയും. അത് റോയൽ ഡൈനാസ്റ്റി ഒക്കെ പറഞ്ഞത് അല്ലേ, വംശമാണ്. യെസ്. അപ്പം ഡൈനാസ്റ്റിസം എന്ന് ഒരു വംശത്തിൽ നിന്ന് തന്നെ റൂളേഴ്സ് വരികയാണ്. ഒരു ഗവൺമെന്റിൽ റൂളേഴ്സ് വരുന്ന മൊത്തം ഒരു വംശത്തിൽ നിന്ന് വരുന്നവരാണ്, ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നമുക്ക് ആ ഒരു ഫിനോമിനൻ എന്ന് പറയാം, ആ ഒരു പ്രക്രിയയ്ക്ക് നമുക്ക് പറയാം ഡൈനാസ്റ്റിസിസം എന്ന് പറയാം. ദാറ്റ് ഇസ് ഡൈനാസ്റ്റിസിസം. ഓർത്തോണേ, മറന്നുപോരുത് കേട്ടോ. കോമൺ ആയിട്ടുള്ള സാധനമാണ് ഡൈനാസ്റ്റി, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഓർത്ത് വെച്ചോണം. ഏകാധിപത്യം മീൻസ് എന്താ പറയാ, ഏകാധിപത്യം മീൻസ് എന്താ പറയാ, മോണോക്രസി അല്ലല്ലോ, ഓട്ടോക്രസി അതാണ് ഏകാധിപത്യം, അതാണ് ഓട്ടോക്രസി. സോ ഫീഫ്ഡം ഏറെക്കുറെ അങ്ങനെ തന്നെ പറയാം, ടൈമില്ലേ. യെസ്. പുൾ അപ്പ് സിറ്റിംഗ് സ്റ്റാഗ്നന്റ് ആൻഡ് ഡിസപ്പോയിന്റഡ്. Stop sitting. Oh, that's great. Do more hard work. അത് കൊള്ളാം. My mom after my there was a board exam. നന്ദീഷിനോട് അമ്മ പറഞ്ഞോ, നന്നായി. അമ്മ പറഞ്ഞു ഉണരൂ, എണീക്കൂ, അടുത്ത പണിക്ക് പോ ചേർക്ക, അത് വിചാരിച്ചുകൊണ്ടിരിക്കരുത് എന്നല്ല, നന്നായി അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട് അല്ലേ നന്ദീഷ. The patient was caused to pull up the habit of smoking weed. ഈ വീടല്ല, WEE വീടാട്ടോ, മറ്റേ വീടാ. നമ്മൾ കള എന്ന് പറയില്ലേടാ, ക്ഷമാസേ, കളയുന്ന അങ്ങനത്തെ ഉള്ള സാധനത്തിനാണ് വീട് എന്ന് പറയുന്നത്, WEED വീട്. ഓക്കെ, സംഭവം മനസ്സിലായി കാണും. വി ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ദിസ് സെഷൻ ഫോർ അച്ചീവിങ് എ ലോട്ട് ഓഫ് വൊക്കാബുലറി. ഓഫ് കോഴ്സ് പ്രവീൺ, വെൽക്കം ടു ദ ക്ലബ് അല്ലേ, അങ്ങനെ പറയാൻ പറ്റുള്ളവരുണ്ട് അല്ലേ. ഹി പുൾ അപ്പ് ഹിസ് വർക്ക്. പുൾ അപ്പ് വരില്ല ഗോപിക, പുൾ അപ്പ് എന്ന് പറഞ്ഞാൽ ഹി അല്ലേ. അപ്പോൾ ഹി എന്ന് പറയുന്നതിന് പുള്ള് വന്നിട്ടുണ്ടെങ്കിൽ സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് അല്ല കൊടുത്തേക്കുന്നത്, അപ്പോൾ അവിടെ ഗ്രാമാറ്റിക്കലി റോങ് ആവും. അപ്പോൾ എങ്ങനെ കൊടുക്കാം, ഹി പുൾസ് അപ്പ് ഹിസ് വർക്ക് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പുൾഡ് അപ്പ്, ഹി പുൾഡ് അപ്പ് ഹിസ് വർക്ക് കൊടുക്കാം. ഗെറ്റ് യുവർ ആക്ട് ടുഗെദർ. അമ്മ പറഞ്ഞല്ലേ, അതെനിക്ക് വീണ്ടും ഇഷ്ടപ്പെട്ടു. You want to take part in the party. You want അല്ല, you want to take part in the party. You want to take part in the party. അല്ലെങ്കിൽ ചോദ്യമായിട്ട് ചോദിക്കാം, do you want to take part in the party? നിനക്ക് പാർട്ടിയിൽ പങ്കെടുക്കണോ, അല്ലെങ്കിൽ നീ പാർട്ടിക്ക് പങ്കെടുക്കണം. You want to take part. To വേണം അവിടെ. ഗോപിക, Sonal, good morning. Ma'am carries out editorial session very well. Pravi, thank you. കൊള്ളാം. Yes. Anubaba, good morning. കുലം അല്ലേ, കുലം എന്നാണ് പറയാ, വംശമല്ലേ കൃഷ്ണ, കുലം. ഓക്കെ, കുലം എന്ന് പറയാം. ഓക്കെ, യുവർ ലൈഫ് ഇസ് എ മെസ്, ഇറ്റ്സ് ഹൈ ടൈം ടു ഗെറ്റ് യുവർ ആക്ട് ടുഗെദർ. ദാറ്റ്സ് ഗ്രേറ്റ്. വി ഷുഡ് പുൾ അപ്പ് ബീങ് ലേസി ആൻഡ് ഗെറ്റ് അവർ ആക്ട് ടുഗെദർ നോ മാറ്റർ വാട്ട് അവർ സിറ്റുവേഷൻ ഇസ്. ദാറ്റ് ഇസ് ഗ്രേറ്റ്. യെസ്. Way to win PSC tips. Good morning. Welcome to our session.
Many people took part in the seminar carried out by Lions Club. That's great, Amala. Bear on വെച്ചൊരു സെന്റൻസ് പറയാമോ? ബെയറിംഗ് അപ്പോൺ വെച്ചേ കേട്ടിട്ടുള്ളൂ. ബെയറിംഗ് അപ്പോൺ ഒരു ഇത് പറയാം. എന്താ പറയാ, ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ദിസ് ഈവന്റ്, ഒരു ഈവന്റ് ഞാൻ പറയാറേ. This event bear upon criticism. അല്ലെങ്കിൽ എന്താ പറയുക, the disorganized conduct of the program bear upon criticism. ഒരു ഇതിൻ്റെ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസ്ഓർഗനൈസ്ഡ് മാനറിൽ നമ്മളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് ആ കണ്ടക്റ്റ് എന്തിനു കാരണമായി? ക്രിറ്റിസിസത്തിന് കാരണമായി. ദാറ്റ് ഹാഡ് ആൻ എഫക്റ്റ് ഓൺ ദ ക്രിറ്റിസിസം. അത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, ബെയർ അപ്പോൺ ക്രിറ്റിസിസം. അത് മതി, വേറെ ഒന്നും മാറ്റണ്ട. യെസ്, പുട്ടാൻ എൻഡ് ഇതാണ് കേട്ടോ. പുട്ടാൻ എൻഡ് എന്താണ്? ഇഡിയമാണ്. ഒരു സെക്കൻഡേ. യെസ്, കുടുംബ ഭരണമാണോ ഇത്? ഡൈനസ്റ്റി, എന്താ പറയുക, വംശാവലി അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിയിൽ. അതാണ് ആ ഒരു കുടുംബവാഴ്ച, അങ്ങനെ രീതിയിൽ പറയില്ലേ. ഒരു കുടുംബവാഴ്ച എന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഒരു കുടുംബത്തിൽ നിന്നാണ് റൂളേഴ്സ് ഒക്കെ വരുന്നത്. അതിനെയാണ് നമുക്ക് എന്താ പറയുക, ആനന്ദേ ഈ പറയുന്ന ഡൈനാസിസം എന്ന് പറയാം. ഷൈനി ഗുഡ് മോർണിംഗ്. ഡേറ്റ് വന്നാണല്ലോ, ഹോൾ ടിക്കറ്റ് വന്നല്ലോ ഷൈനി. എന്നാ എക്സാം ഡേറ്റ്? ഡൈനാസിസം വാസ് ഫോളോഡ് ഇൻ ഇന്ത്യ ഇയേഴ്സ് ബാക്ക്. ഇയേഴ്സ് ബാക്ക് അല്ല, ഇയേഴ്സ് ബാക്ക് തെറ്റി. ഇയേഴ്സ് എഗോ, കാലങ്ങൾക്ക് മുമ്പ്. Due to illness, he pulled up his smoking. That's great. Partisans successfully kicked off the Hartal and they fiefdom the entire Kerala. They fiefdom, oyo illa. They fiefdom. If fiefdom is noun alla, Shama Sallu Vinu. Fiefdom noun alla. Appa verb aayittu avade, nee avade verb aayittu. They fiefdom. Avaru fiefdomo. That's wrong. Alle, adu parayan pattilla. Fiefdom is a noun keto. Noun aayittu ഉപയോഗിക്കുക കേട്ടോ. അതല്ല അവിടെ തെറ്റാ. By killing Rocky Bai, the government pulled up the acceleration of smugglers dynasty. Smugglers in day. അപ്പോൾ അപ്പസ്ട്രോഫി കൊടുക്കണ്ടേടാ, എസ് കഴിഞ്ഞിട്ട് ഷമാസെ കൊടുക്കണേ. Pull up indulging in wild thoughts and get your acts together. That is great. Acts വേണ്ട, get your act കേട്ടോ, അത് മതി. Yes. If you want to achieve something, get your act together. That's great. Okay, good morning. Safira, good morning. Anju, good morning. Liberal democratic organizations say that the Queen's passing away should be taken as an opportunity to abolish dynasticism in Britain. Yeah. You must carry out my orders. That's great. Fiefdom pulls up common people to take part in the cleaning activities of the common land. Okay, that's great. The COVID-19 vaccine has a bear upon പറയില്ലടാ. കാര്യം ഇങ്ങനെ പറയാം, ഹാസ് എന്ന് പറയുമ്പോൾ അവിടെ വേർബായി, പിന്നെ വീണ്ടും ബെയർ വരുമ്പോൾ അത് നൗണായിട്ട് വരും. നീ നൗണായിട്ട് അവിടെ ഉപയോഗിച്ചത്, നൗണായിട്ട് ഉപയോഗിക്കുന്നത്. ബെയർ അപ്പോൺ ഇസ് ബെയർ അപ്പോണിലെ ബെയർ വേർബായിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്ത് കൊടുക്കണം എന്നറിയോ? ചെറുതായിട്ടൊന്ന് മാറ്റം എം എൽ എങ്ങനെ കൊടുക്കാം? ദ കോവിഡ് വാക്സിൻ ബേസ് അപ്പോൺ റെഡ്യൂസിങ് COVID-19 കേസസ് എന്ന് കൊടുക്കുക. ഹാവ് ആൻ എഫക്റ്റ് ഓൺ റെഡ്യൂസിങ്, അങ്ങനെ. You carry out the organization well. That's great. The deforestation bears upon a global warming. That's great. 26 അല്ലേ? ഓക്കെ, കെ പി കുട്ടനും 26 ഷൈനി. ഓൾ റൈറ്റ്, നല്ല കാര്യം. ഹരിക്ക് എന്താണെന്ന് പറഞ്ഞോ? ഹരിക്ക് കിട്ടിയില്ലേ? We can't pull up this session because it becomes an inevitable part of our life. That's great. The judicial enquiries bear upon the entire police department disgracefully. Disgracefully അല്ല, disgracefully. അത് അഡ്വേർബായിട്ട് കൊടുക്കണം. ഡിസ്ഗ്രേസ് ഒരു നൗണാണ്. LY നൗണിൻ്റെ കൂടെ ഇട്ട് കൊടുക്കരുത്. ഡിസ്ഗ്രേസ്ഫുള്ളി, അപ്പോഴാണ് അത് കറക്റ്റ് ആവുക കേട്ടോ. ഗോപികല്ലോ ശരത്തെ ശ്രദ്ധിക്കണേ. The medical authorities take part in experiment to carry out the process of drugs manufacturing for cancer. That's great. Hindu editorial sessions of Adda247 Malayalam are solely Rindu's fiefdom. അത് സത്യം. ഇത് എങ് ഏരിയ അല്ലേ, ഇത് എന്നുടെ ഏരിയ. കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഷമാസ് കേൾക്കാൻ തന്നെ ഒരു സുഖമൊക്കെ ഉണ്ട്. Today's Hartal bears on the life of common Millia. That's it. Typically, right partisans are thinking that they will bear upon the upcoming election by the Bharat Jodo. Yeah. Yes. You should take part the event. Take part the event ആണോ അനുബേ? You should take part in the event. Eventil. You should take part in the event, and if it is possible, you can carry out a dance performance in the event. All right, that's great.
The arrow doesn't bear on the mask. All right, that's great. Election Commission has intended to carry out the election. That's great. Sukanya, good morning. Late ആയി ഉറങ്ങിപ്പോയോ? It's okay. പഠിച്ച് ക്ഷീണിച്ചായിരിക്കും അല്ലേ? Most of the political parties are either under fiefdom or are controlled by some coteries with vested interest. That's great. അപ്പോൾ ഓർത്തോണേ, ഇന്ന് നമുക്കുള്ള phrasal verbs and idioms in one word മറക്കണ്ട. Pull up, take part, fiefdom, get one's act together, carry out, bear upon or bear on, dynasticism. ഓൾ റൈറ്റ്. അപ്പോൾ ഒരുമിച്ച് പോകാലോ ഹരിയും ഷൈനിക്കൂടെ ഒരുമിച്ച് പോകാലോ. ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പം മുന്നോട്ട് പോകാം. നമ്മുടെ കോഴ്സുകൾക്കൊക്കെ ഇപ്പോൾ 15% ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ കോഡ് ഉപയോഗിക്കാം. Y314 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ 15% ഡിസ്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCIയുടെ കാറ്റഗറി 2 ആൻഡ് കാറ്റഗറി 3 പോസ്റ്റിലോട്ട് വിളിച്ചിട്ടുണ്ട്. 26-ാം തീയതിയാണ് കാറ്റഗറി 2യുടെ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ആൻഡ് ഒക്ടോബർ 5 കാറ്റഗറി 3യുടെ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ചെയ്യാൻ മറക്കരുത്. 2200 രൂപയ്ക്കുള്ളിൽ നമ്മൾ കോഴ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. കോഡ് മറക്കണ്ട, Y314 Y314 എന്ന കോഡ് ഉപയോഗിച്ച് കോഴ്സിൽ ജോയിൻ ചെയ്യുക വിത്ത് യുവർ ഡിസ്കൗണ്ട്. എന്നിട്ട് പഠിക്കാം. അതുപോലെ SBI PO ആൻഡ് SBI ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് SBI ക്ലർക്ക് പഠിക്കണം. ക്ലർക്ക് പിന്നെ നമുക്ക് ബേസ് ചേർത്ത് അങ്ങ് പോകണം, അത് കുഴപ്പമില്ല. പക്ഷേ PO കുറച്ചുകൂടെ സ്റ്റാൻഡേർഡിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ കുറച്ച് ഹൈ ലെവലായിരിക്കും അത് പോകുന്നത്. POയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ബേസ് തീർത്ത് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ SBI ക്ലർക്കിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ആദ്യമേ തന്നെ അപ്ലൈ ചെയ്യുക. 27-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ. സെപ്റ്റംബർ 27 അപ്ലൈ ചെയ്യുക. അപ്ലിക്കേഷൻ ചെയ്യേണ്ട വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക, റിഗ്രസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സ്പീഡ് ആൻഡ് ആക്യുറസി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ബേസിക്സ് ഒന്ന് കവർ ചെയ്ത് വിടുകയും ചെയ്യണം. അപ്പോൾ അതിന് സമയമുണ്ട്. 2200 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ. ഇത്രയും ചെറിയ രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരിക്കലും കോഴ്സ് കിട്ടുക, അതാണ് ഏറ്റവും വലിയ കൃത്യം. അപ്പോൾ ബാങ്ക് കോച്ചിങ്ങിനാകുമ്പോൾ ഒരു റിഗ്രസ് ആയിട്ട് പ്രാക്ടീസിൽ പോയാൽ നിങ്ങൾക്ക് സെറ്റായിട്ടിരിക്കാം. ഓൺലൈനായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. വെറുതെ അനാവശ്യമായിട്ട് സമയം പുറത്തൊക്കെ ഇറങ്ങി കളയാതിരിക്കുക. കാര്യം പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് നിങ്ങൾക്ക് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടണം. ഓൺലൈൻ എക്സാംസിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് ചെയ്യുക, പഠിച്ചുകൊണ്ട് പോകാം. മുന്നോട്ട് പോകാം വേർഡ്സിലോട്ട്. ആദ്യത്തെ വേർഡ് റിലക്റ്റൻ്റ് അറിയാലോ, ഒരു മടിയല്ല നമുക്ക്. യു ആർ അൺവില്ലിംഗ് ടു ഡു സംതിങ്, ഒരു ഹെസിറ്റൻറ്റ്, ഡിസ്ഇൻക്ലൈൻഡ്, ചെയ്യാൻ താല്പര്യമില്ല, ഇല്ലടാ വാതിൽ തുറക്കില്ലാടാ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അത് നമുക്ക് പറയാം റിലക്റ്റൻ്റ് എന്ന്. അപ്പോൾ ലൈവിലുള്ള എല്ലാവരും ഉഷാറായിരിക്കും പിള്ളേരെ. എവിടെയാണ്, എന്താണ് ബായ് അല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ പിള്ളേരെ. ചെറുപറാന്നൊരു ലൈക്ക് ഇട്ടേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ. മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേ അല്ലേ? എല്ലാവരും ഒന്ന് വരട്ടെ, നമ്മുടെ ആൾക്കാരെല്ലാം ഒന്ന് വരട്ടെ, ലൈവിലൊന്ന് കാണട്ടെ അല്ലേ? എഡിറ്റോറിയൽ വൊക്കാബുലറി ഒക്കെ പഠിക്കട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാവട്ടെ. അപ്പോൾ റിലക്റ്റൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം അൺവില്ലിങ്, അഡ്ജക്റ്റീവ് ആണ്. അല്ലെങ്കിൽ ഹെസിറ്റൻറ്റ്, ഡിസ്ഇൻക്ലൈൻഡ് എന്ന് നമുക്ക് പറയാം. അടുത്ത വാക്ക് സ്റ്റേക്ക് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്, ഇന്നൊരു പോസ്റ്റ്, ഇന്നൊരു പോൾ, ഒരു സ്ഥലം, അതിനെ സ്റ്റേക്ക് എന്ന് പറയാം. കൗണ്ടർ എന്നൊക്കെ പറയുന്ന പോലെ. എന്നാൽ സ്റ്റേക്കിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. ആസ് എ വേർബ്, പ്രോപ്പപ്പ് ചെയ്യുക. സ്റ്റേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലെയിം ചെയ്യാന്ന്, സപ്പോർട്ട് ചെയ്യുക. പ്രോപ്പപ്പ് ചെയ്യുക മീൻസ് സപ്പോർട്ട് ചെയ്യുക അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോപ്പപ്പ്, ഓർമ്മയുണ്ടോ? പ്രോപ്പപ്പ് എന്നൊരു എൻ്റെ പേരെന്താണ്, ഫ്രേസൽ വേർബ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രോപ്പ് ആപ്പ് അല്ലേ? പ്രോപ്സ് കൊണ്ടുവരുന്നത് എന്തിനാ? സപ്പോർട്ട് ചെയ്യപ്പെടാനായിട്ട്. സപ്പോർട്ട് ചെയ്യുക, ബട്രസ് എന്നൊക്കെയാണ് അർത്ഥം. സ്റ്റേക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം. റീഇൻഫോഴ്സ് എന്നൊക്കെ അർത്ഥം. അടുത്തത് ഇൻറ്ററിം, കേട്ട് പരിചയമുണ്ടല്ലോ. ഇൻറ്ററിം പ്രസിഡന്റ് അല്ല, ഇത്ര കാലത്തെ ഇൻറ്ററിം പ്രസിഡന്റ് ഇന്നയാളായിരുന്നു, ആക്ടിംഗ് പ്രസിഡന്റ് എന്നൊക്കെ പറയും. അങ്ങനെ പറയില്ല, അതാണ് ഇൻറ്ററിം. അപ്പം നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം. അപ്പം നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇൻറ്ററിമിൻ്റെ അർത്ഥം എന്താണ്? മീൻ ടൈം, അതായത് ഇൻറ്റർവെൽ. ദാറ്റ്സ് ഇറ്റ്. മീൻ ടൈം, ഇൻറ്റർവെൽ, അതൊക്കെയാണ് ഇൻറ്ററിം എന്ന വാക്കിൻ്റെ അർത്ഥം നൗണായിട്ട്. അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രൊവിഷണൽ എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രൊവിഷണൽ ആൻസക്കി എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? ടെമ്പററി, ഇപ്പോൾ താൽക്കാലികമായിട്ട് ടെമ്പററി. ഇൻറ്ററിം പ്രസിഡന്റ്, ആക്ടിംഗ് പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ? താൽക്കാലികം, അതാണ് ഇൻറ്ററിം. ടെമ്പററി അല്ലെങ്കിൽ പ്രൊവിഷണൽ. ഫുള്ള് നേരത്തേക്കുള്ളതല്ല, ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതിപ്പോൾ വെക്കല്ലേ, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇപ്പം ഇങ്ങ് പോട്ടെ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സെറ്റ് ആക്കാമെന്ന് പറയില്ല. അതാണ് ഈ ഇൻറ്ററിം എന്ന വാക്ക്. അടുത്ത് നോക്കിക്കേ, ടെനുവർ അറിയാലോ. ടേം ഓഫ് ഓഫീസ് എന്ന് നമ്മൾ പറയും അല്ലേ? അതായത് കാലയളവ്, എത്ര കാലമാണോ നമ്മൾ ഓഫീസ് ഭരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു ജോലി സ്ഥാനത്തിലിരിക്കുക, അതിനാണ് ഈ ടെനുവർ എന്ന് പറയാം. ഓക്യുപ്പൻസി, ഇൻകംപൻസി, ടേം, ഹോൾഡിംഗ് എന്നൊക്കെ നമ്മൾ പറയും. അതിനെയാണ് ടെനുവർ. ടേം ഓഫ് ഓഫീസ് കേട്ടോ, അതിനാണ് നമ്മൾ ടെനുവർ എന്ന് പറയാം, കാലയളവ്. എന്നാൽ അടുത്ത് നോക്കിയേ, നോഷൻ കേട്ടുണ്ടായിരിക്കും. നോഷൻ, നേഷൻ അറിയാം, രാജ്യം. നോഷൻ അറിയാമല്ലോ, കൺസംഷൻ അല്ലെങ്കിൽ ബിലീഫ്, ഐഡിയ. നമ്മുടെ ഒരു ഐഡിയ, നമ്മുടെ ഒരു ചിന്ത, ഒപ്പീനിയൻ, ബിലീഫ് എന്നൊക്കെ പറയില്ല, അതിന് നോഷൻ എന്ന് പറയും. അല്ലെങ്കിൽ വേറൊരു അർത്ഥം കൊണ്ടൊരു നോഷന് ഒരു ചെറിയൊരു വ്യത്യാസമുള്ള ഒരു നോഷനുണ്ട്, ഇമ്പൾസ്. നമ്മുടെ ഒരു എടുത്തുചാട്ടം എന്നൊക്കെ പറയില്ല, ഒരു ഡിസയർ, നമ്മുടെ ഒരു ആഗ്രഹമില്ല, അതിന് ആ ഇമ്പൾസ് അനുസരിച്ച്, ദാറ്റ് ഇസ് ഇമ്പൾസ് അല്ലെങ്കിൽ ഡിസയർ എന്നും നോഷൻ അർത്ഥമുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് നോഷൻ. മറന്നുകൊണ്ട് കേട്ടോ, ഓർത്തിരിക്കുന്നോണം, കയ്യിലിരിക്കട്ടെ. ഹവ മോളെ, ഗുഡ് മോർണിംഗ്. രാവിലെ എത്തിയല്ലോ, ഉഷാർ. കേട്ടാൽ മതി, എനിക്ക് എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ സമാധാനം.
ഓക്കെ പിള്ളേരെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഏർലി ടൈംസ് ട്രാവൻകൂർ ഫോളോഡ് ഡൈനാസിസം. യെസ് അല്ലേ, ട്രാവൻകൂർ തിരുവിതാംകൂർ രാജഭരണം അല്ലേ. യു ആർ നോട്ട് ബട്ട് ഐ ടുക്ക് പാർട്ട് ദ ഡൈനാസിസം. അല്ല, യു ആർ നോട്ട് ബട്ട് ഐ ടുക്ക് പാർട്ട് ഇൻ. ഇന്ന് വേണം, ഇന്ന് ഇവിടെ വേണം കേട്ടോ ശരത്തെ. ഐ ടുക്ക് പാർട്ട് ഇൻ ദ ഡൈനാസിസം. Okay, I wish to take part in the sessions today onwards. That is great way to win PSC tips. പേരെന്താ way to win PSC tips ന്റെ? എന്തായാലും ഇന്ന് കൊള്ളാം, ഇന്ന് ഒരു നല്ല ദിവസമാണ്. ലെറ്റ് സ്റ്റാർട്ട് അഫ്രഷ്. ഓക്കെ, സെപ്റ്റംബർ 27 എമ്മിലിന്. ഓക്കെ എമ്മിലെ ഉഷാറായിട്ട് പോയി മിന്നിച്ചോണം എക്സാം കേട്ടോ. അഡ്മിറ്റ് കാർഡ് വന്നു അല്ലേ? വെഞ്ഞാറമൂട് TVM ആണ്, 27 മോർണിംഗ് ഷിഫ്റ്റ്. ഓക്കെ, 27 സുഗന്യക്ക്. ഓക്കെ ശരി. Although Rahul Gandhi came to politics through dynastism, he is a good leader with a great vision. Yes, അതെ. Okay, the court ordered justified to pull up the mining activity. All right, that's great. Stop. That is great. Everybody ഒറ്റ വാക്കാനുവേ. Everybody's home has a person who always gets our act together. It's none other than our mother. ഒരു കോമ ഇട്ടിട്ട് ഇറ്റ്സ് none other than our mother എന്ന് കൊടുക്കാവുള്ളൂ. കാരണം ഒരു ക്ലോസ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലോസിലോട്ടാ. Do you take part in the session with full enthusiasm? പിന്നെന്താ അല്ലേ, അതുകൊണ്ടല്ലേ രാവിലെ ഓടി വരുന്നതെന്ന്. I pulled up my vehicle just before the accident. That's great. I reluctantly say that you are disgrace to all political leaders. Oh, yes. She being reluctant to accept the order offer made him think crazy. That's great. He couldn't complete his tenure because of his misconduct in the office. That's great. He gets an interim bail. That's great. We should invoke Almighty. Why you told Rashmi Almighty's stake for all our interviewers. He's reluctant to accept the notion of other members in the meeting. That's great. He set the stake in the ground. All right. What's you mean alla? What's you mean alla? Sharate, what do you mean? What do you mean? What is your mean alla? What do you mean? Nothing is just stake of a scene. ഏത് സീനാ? ഈ സീൻ അല്ലല്ലോ അത്. ഈ സീന് വേർബിന്റെ V3 ഫോം. അവിടെ എ സീൻ എന്ന് കൊടുക്കൂല. ഏത് സീനാ നീ ഉദ്ദേശിച്ചേ? സനുജ. ഹായ് സനുജ, വെൽക്കം ടു ദ ക്ലബ്. നമ്മുടെ ഡെയിലി ഉള്ള ആൾക്കാരുടെ കൂടെയാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് വെൽക്കം ടു ദ ക്ലബ് എന്ന്. യെസ്, ഓക്കെ. എ നോഷൻ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. യെസ്, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. പണ്ട് ഞാനുണ്ടായിരുന്നു ഐഡിയയുടെ, ഇപ്പോഴും ഐഡിയക്കാരിയാണ്, ഐഡിയയുടെ ആളാണ്. എന്നാലും ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് അല്ലേ. നമ്മുടെ അഭിഷേക് ബച്ചനും നമ്മളും ഐഡിയക്കാരും കൂടെ കുറേ നാളുണ്ടായിരുന്നു. ഷീ ഹാസ് നോ നോഷൻ അബൌട്ട് ഹെർ ലൈഫ്. ദാറ്റ്സ് ഗ്രേറ്റ്. I and my parents have different notion that creates many quarrels. I and my parents പോസിറ്റീവ് സെൻറ്റൻസ് തന്നെയാണ്. സോ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് മൈ പേരൻസ് ആൻഡ് ഐ. അവിടെ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. യു ക്യാൻ സേ മൈ പേരൻസ് ആൻഡ് ഐ ഹാവ് ഡിഫറെൻറ്റ് നോഷൻസ് ദാറ്റ് ക്രിയേറ്റ്സ്. ഡിഫറെൻറ്റ് നോഷൻസ് ആണ് അല്ലേ, ഡിഫറെൻറ്റ് നോഷൻസ് അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് നോഷൻസ് ദാറ്റ് ക്രിയേറ്റ് മെനി ക്വാറൽസ് എന്ന് കൊടുക്കട്ടെ വിനു. അതെല്ലാം വീട്ടിലുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു പ്രായമാകുമ്പോഴേക്കും അപ്പനും അമ്മയുടെയും ചിന്താഗതിയായിട്ട് നമുക്ക് യോജിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരും. സ്റ്റേക്ക് ഒന്ന് പറഞ്ഞു തരാമോ? പറയാം ബിൻ, പറയാലോ. സ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നൗൺ ആയിട്ട് പറയില്ല. നമ്മളിപ്പോൾ ഒരു കൗണ്ടർ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് അങ്ങനെയൊക്കെ പറയുന്നതാണ് സ്റ്റേക്ക്. അല്ലാതെ സ്റ്റേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ പറയാം, ദ കോർട്ട് സ്റ്റേക്സ് ഇറ്റ്സ് ക്ലെയിം എന്ന് പറഞ്ഞാൽ സ്റ്റേക്ക് അതിൻ്റെ ക്ലെയിം സപ്പോർട്ട് ചെയ്യാണ് അല്ലേ. സോറി, സ്റ്റേക്ക് അല്ല, കോർട്ട് അതിൻ്റെ ക്ലെയിം സപ്പോർട്ട് ചെയ്യുക. സ്റ്റേക്ക് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യുക, ബട്രസ് ചെയ്യുക, അതായത് എന്താ പുറകെ നിന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, പ്രോപ്പപ്പ് ചെയ്യുക അല്ലേ, കൂടെ പിന്താങ്ങുക. ദാറ്റ് ഇസ് സ്റ്റേക്ക്. മനസ്സിലായോ? Her crystal clear notions on life made her to earn public stake. That's great. അല്ലല്ല, പബ്ലിക് സ്റ്റേക്ക്, അയ്യോ ആ സ്റ്റേക്ക് നൗണായിട്ട് ഉപയോഗിക്കില്ല. അവിടെ നൗണായിട്ട്, ആ സപ്പോർട്ടിന് നൗണായിട്ട് ഉപയോഗിക്കില്ല രശ്മി. അവിടെ പബ്ലിക് സപ്പോർട്ട് തന്നെ കൊടുക്കണം കേട്ടോ. ഹി റിസൈൻഡ് ബിഫോർ ഹിസ്, അവിടെ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ സപ്പോർട്ട് എന്ന മീനിങ് വരുന്നത്. ഹി റിസൈൻഡ് ബിഫോർ ഹിസ് ടെന്യൂർ ഈസ് ഓവർ. All right. She was reluctant to give up her president position although her tenure was over. Okay. വിട്ടു തരില്ല, എൻ്റെ ചെയർ ഞാൻ വിട്ടു തരില്ല എന്നല്ലേ. അത് കൊള്ളാം. While passing an interim order, court mentioned so many guidelines to be followed while granting anticipatory bail. That's great. Your notion should supports you. Should supports alla to Sanuja. Your nation should support you. Should എന്ന് പറയുന്ന ഒരു മോഡൽ ഓക്സിലറി വെർബ് ആണ്. ഈ മോഡൽ ഓക്സിലറി വെർബിന് ശേഷം ഒന്ന് നോട്ട് ചെയ്തോണം, ഏതൊരു മോഡൽ ഓക്സിലറി വെർബ് ശേഷം എപ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോം, അതായത് റൂട്ട് ഫോം ആണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. വെർബിന്റെ V1 മറക്കരുത്, അത് വളരെ ഇമ്പോർട്ടൻ്റ്. ബേസ് ഫോം ഏതൊരു മോഡൽ ഓക്സിലറി വെർബ്, അത് ഏതും ആയിക്കോട്ടെ കേട്ടോ, ഇന്നതൊന്നുമില്ല, ഏതായാലും അങ്ങനെ. യെസ്, രാജീവ് മഹർഷി അപ്പോയിന്റഡ് ആസ് എ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫോർ എ ടെന്യൂർ ഓഫ് 3 years. രാജീവ് മഹർഷി ഈസ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു എന്നല്ലേ ആണ്. അപ്പോൾ എന്ത് കൊടുക്കണം? രാജു മഹർഷി ഈസ് അപ്പോയിന്റഡ്
ആസ് അവിടെ വരില്ല. എമ്മിലെ അതൊരു വലിയ തെറ്റാ. അപ്പോയിന്റ് എന്ന വേർബിൻ്റെ കൂടെ ഒരിക്കലും ആസ് കൊടുക്കരുത്. പക്ഷേ സെലക്റ്റിൻ്റെ കൂടെ കൊടുക്കാം. ഇലക്റ്റിൻ്റെ കൂടെ, അപ്പോയിന്റിൻ്റെ കൂടെ, മേക്കിൻ്റെ കൂടെ ഒന്നും നമുക്ക് എന്ത് കൊടുക്കാൻ പാടില്ല? ഈ പറഞ്ഞ ആസ് കൊടുക്കാൻ പാടില്ല. ആസ് ആൻ അഡ്ജക്റ്റീവ് അഡ്വേർബ് കൊടുക്കാൻ പാടില്ല. പ്രെഡിക്കേറ്റീവ് അഡ്വേർബ് ആയിട്ട് വരാറുണ്ട് പലതിൻ്റെ കൂടെ. ഒരിക്കലും ഉപയോഗിക്കരുത്. നമുക്ക് എന്താ പറയുക, കൺസിഡറിൻ്റെ കൂടെ കൊടുക്കാൻ പാടില്ല, ഇതിൻ്റെ കൂടെ കൊടുക്കാൻ പാടില്ല, എന്താണ് ഇലക്റ്റിൻ്റെ കൂടെ കൊടുക്കാൻ പാടില്ല, അതുപോലെ തന്നെ അപ്പോയിൻറ്റിൻ്റെ കൂടെ കൊടുക്കാൻ പാടില്ല, അതുപോലെ മേക്കിൻ്റെ കൂടെ കൊടുക്കാൻ പാടില്ല. പക്ഷെ നമുക്ക് അതേ സമയത്ത് ഇത് പറയാം, എന്താ പറയുക, നമ്മൾ റിഗാർഡ് കൊടുക്കാം, അതിൽ തെറ്റില്ല. സെലക്റ്റിൻ്റെ കൂടെ കൊടുക്കാം, അതിൽ പ്രശ്നമില്ല. ഒന്ന് ഓർത്ത് വെച്ചോ. അങ്ങനെ കുറച്ച് വേർബുകളുണ്ട്, നമ്മളത് പഠിച്ചതാണ് അഡ്വേർബിൻ്റെ ചാപ്റ്ററിൽ. ഒന്ന് നോട്ട് ചെയ്തോണേ, ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. And there is a perceived notion that one should get married before turning 30. But it's time to disregard such obsolete ideologies. Youth should not take the older generation's views in this regard. അതെനിക്ക് യോജിക്കുന്നു. I would say, if you're ready, get married. റെഡി ആണെങ്കിൽ ഗെറ്റ് മാരീഡ്. അല്ലാതെ അയ്യോ 30 വയസ്സാവുന്നതിനുള്ളിൽ കെട്ടിയില്ലെങ്കിൽ എൻ്റെ എന്താ പറയുക, എൻ്റെ ഓപ്ഷൻസ് തീർന്നു പോകുമെന്ന് പേടിച്ച് കെട്ടരുത്. പേടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അവസാനം കൊളാവും. കല്യാണം ഈസ് നോട്ട് മെന്റ് ഫോർ ദാറ്റ്. ഇഫ് യു ആർ റെഡി ദെൻ ഗെറ്റ് മാരീഡ്. അല്ലേ? ദാറ്റ്സ് ഇറ്റ്. If you're not ready, don't do. That's it. She was reluctant to go with him. That's great. Although he remained the linchpin of the team for years, yet he didn't get enough stake from his team members during his abysmal situation. Okay. നീ ഉദ്ദേശിക്കുന്ന സ്റ്റേക്ക് എന്ന് പറയുന്നത് സപ്പോർട്ടായിട്ടല്ലേ, വേർബായിട്ട് വരുമ്പോഴാണ് സപ്പോർട്ട് എന്ന മീനിങ് വരുന്നത് കേട്ടോ. ഞാനതാ പിന്നെയും പറയുന്നത്. I am excused your vulnerable notion. I excused your vulnerable notion which made me mad. I am excused അല്ല, ഞാൻ എക്സ്ക്യൂസ് ചെയ്യപ്പെട്ടു എന്നല്ലല്ലോ ശരത്തെ, ഞാൻ നിന്റെ നോഷനെ എക്സ്ക്യൂസ് ചെയ്യുന്നു എന്നല്ലേ. അപ്പോൾ ഐ ആം വേണ്ട, ആം അങ്ങ് കട്ട് ചെയ്തോളെ. പാസീവ് വോയിസ് അല്ല, അവിടെ ആക്റ്റീവ് വോയിസ് ആ വേണ്ട നമുക്ക് കേട്ടോ. I excused your vulnerable notion which made me mad കൊടുക്കണം. Okay. Prosecutor pleaded interim bail for the accused before the court. That's great. Staking someone in life is a good thing. Supporting someone. Okay, that's great. After death of president, the vice president take charge of interim. Vice president takes charge വേണം, അല്ലെങ്കിൽ took charge കൊടുക്കുക. ആനന്ദേ, കാര്യം എന്താ? പ്രസിഡന്റ് സിംഗുലർ, വൈസ് പ്രസിഡന്റ് സിംഗുലർ അല്ലേ, സിംഗുലറിന് സിംഗുലർ വേർബ് കൊടുക്കുക, അല്ലെങ്കിൽ നീ എന്ത് കൊടുക്കണം? അവിടെ പാസ്റ്റ് ടെൻസ് കൊടുത്തോളൂ. Yeah. If notion of every demagogue is to serve people, most of the problems in India will be abolished. That's Satyam. Do you know when interim government formed in India? Oh, I have no idea. Our society is often reluctant to accept personal liberty and dignity of individual. Shows the hike in moral policing. സത്യം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന കാര്യത്തെ പറ്റി ഓർമ്മയില്ലേ? ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നം. നമ്മൾ ഒരുപാട് കാര്യത്തിൽ വളരെ എക്സംപ്ലറി ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, ഒരുപാട് കാര്യത്തിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തുന്ന കേരളത്തിലെ ഇത്രയും നല്ല സെൻസിബിലിറ്റി ഉള്ള ജനങ്ങളുള്ള നാട്ടിൽ ഉണ്ട് കുറച്ച് ആൾക്കാർ, അല്ലേ? കുറച്ച് ആൾക്കാരുണ്ട് വിതൗട്ട് എനി സെൻസിബിലിറ്റി, ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, അല്ലേ? അതാണ് ഈ പ്രശ്നം. പ്ലൂറൽ നൗൺ അല്ലേ നോഷൻ? ക്വാറൽ അല്ലേ പറയണേ? അത് നെഗറ്റീവ് അല്ലേ? പ്ലൂറൽ നൗൺ അല്ല നോഷൻ, അല്ല പ്ലൂറൽ നൗൺ അല്ല നോഷൻ. നോഷൻ പ്ലൂറൽ നൗൺ അല്ലേ? സിംഗുലർ ആണ്, അതിന് പ്ലൂറൽ ഉണ്ട്, നോഷൻസ് ഉണ്ട്. മാത്രമല്ല ക്വാറൽ ചെയ്തു എന്നല്ലല്ലോ നീ പറയുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡിഫറെൻറ്റ് ഐഡിയ എന്നല്ല പറയുന്നത്. അവിടെ ഒരു എന്താ പറയുക, ഫൈറ്റ് വരുന്നില്ല. ക്വാറൽ എന്ന് പറയുന്നത് അതിനുശേഷം, അതുകൊണ്ട് ഞങ്ങൾക്ക് തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ക്വാറൽ ഉണ്ടാവാറുണ്ട്. റീസണേ പറയുന്നുള്ളൂ. സോ ആ സെൻറ്റൻസ് നെഗറ്റീവ് സെൻസ് അല്ല കേട്ടോ. വിനു, ഹോൾഡ് യുവർ ബ്രെത്ത്. യുവർ tunarity began to be encountered. Tunarity begins വരുവാണെങ്കിൽ തന്നെ. The stakeholders of the company demanded more powers for the functioning of the company. All right. Stakeholders എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റേഴ്സ് പറയില്ലേ, നമ്മൾ കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്ത് അതിനെ നോക്കുന്നവരാണ് പറയുന്ന നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഇപ്പോൾ ഞാനൊരു കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കമ്പനിയിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതിൻ്റെ കുറച്ച് പൈസ പരിപാടികളൊക്കെ എനിക്കുണ്ട്. അതിനാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. I hope it is clear. The notion behind this construction is given by IIT students. That's great. Subject singular ആണെങ്കിലും should കഴിഞ്ഞ verb മാത്രം മാറ്റം വരില്ലേ? ഇല്ല, മാറ്റം വരില്ല. അതാണ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും മാറ്റം വരില്ല സനുജ. അതെന്താ വെച്ചാൽ ഇപ്പം മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഓഫ് ദ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിനെ നോക്കില്ല, ഞാൻ മൈൻഡ് ചെയ്യില്ല. ഞാനൊരു മോഡൽ ഓക്സിലറി വെർബാണ്, ഞാൻ എന്താ പറയും, എനിക്ക് നിന്നെ നോക്കേണ്ട കാര്യമില്ല. നീ ഷീ ആണെങ്കിലും ഹി ആണെങ്കിലും ഇറ്റ് ആണെങ്കിലും ദേ ആണെങ്കിലും പ്ലൂറലോ സിംഗുലറോ എന്തു ആയിക്കോട്ടെ, ഞാനൊരു മാറ്റം വരില്ല, ഞാൻ എൻ്റെ രീതിയിൽ നിൽക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ കൂടെ വരുന്ന വേർബ് എപ്പോഴും V1 ആയിരിക്കണം. അതാണ് ഈ മോഡൽ ഓക്സിലറി വെർബിൻ്റെ ഒരു പ്രത്യേകത, ശ്രദ്ധിച്ചോണം. ഓക്കെ. അഭിനയ, ഗുഡ് മോർണിംഗ്. എവിടെ ആയിരുന്നു, ഉറങ്ങിപ്പോയോ?
I have no notion of resigning. That's great. Don't you know that interim order is not appealable? That is great. The court staked his claim that he has been harassed and jailed without any evidence against him. All right. The interim government formed in 1976. India due to Emile, അവിടെ ഒരു പ്രൊപ്പോസിഷൻ മിസ്സിംഗ് ആണല്ലോ. The interim government formed in 1976 in India due to the international emergency. കേട്ടോ? ഓൾ റൈറ്റ് അല്ലേ? ഓൾ റൈറ്റ്? യെസ്, ഓൾ റൈറ്റ്. ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോയാലോ? കുറച്ച് സമയം താമസിപ്പിക്കുന്നുണ്ട്, നമുക്ക് താമസിപ്പിക്കണ്ട. ഇൻഹെറൻ്റ്ലി, എന്താണ് ഇൻഹെറൻ്റ്ലി എന്ന് പറയുന്നത്? എന്താണ് ഇൻഹെറൻ്റ്ലി? പറയാമോ? ഇൻഹെറൻ്റ് കേട്ടിട്ടുണ്ടല്ലേ? ആ ഇൻഹെറൻ്റ് എന്ന വാക്കിൻ്റെ കൂടെ LY, ഇൻഹെറൻ്റ് ഇസ് ആൻ അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവിൻ്റെ LY ഇട്ടുമ്പോൾ അഡ്വേർബ് കിട്ടി. അപ്പോൾ ഇൻട്രിൻസിക്കലി, നാച്ചുറലി, സാധാരണഗതിയായിട്ട്, കോൺസ്റ്റിറ്റ്യൂഷണലി, ഇന്നേറ്റ്ലി, എക്സിസ്റ്റിംഗ്ലി എന്നൊക്കെ പറയില്ല, അതാണ് ഇൻഹെറൻ്റ്ലി, അവസാനം ഉള്ളതുപോലെ, ഇതാണ്. ഓക്കെ, ഡെമോഗോഗ് എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ ലീഡറിനെ പറ്റിയാണ് നമ്മൾ, പൊളിറ്റിക്കൽ എന്ന് പറയാം, ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. എന്താ ഇതിന് പറയുന്നത്, മലയാളത്തിൽ എന്താ പറയുകയെന്ന് എനിക്കറിയത്തില്ല. എന്താ പറയുക, ഒരു ട്രബിൾ മേക്കർ എന്നുള്ളത് തന്നെ നമുക്ക് വേണം പറയാം. ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് തേടുകൊണ്ട് മറ്റുള്ളവരുടെ ഡിസയേഴ്സും പ്രൊജുഡിസും ഒക്കെ എടുത്ത് ഓർഡിനറി പീപ്പിളിൻ്റെ മുതലെടുക്കുന്ന ഒരു ടൈപ്പാണ്. സാധാരണ ഓർഡിനറി ആൾക്കാരെ മുതലെടുത്ത് അവരിൽ നിന്ന് എന്താ പറയുക സപ്പോർട്ട് തേടുന്ന ഒരു പുള്ളി ഉണ്ടല്ലോ, അതിനെയാണ് ഡെമോഗോഗ് എന്ന് നമ്മൾ പറയാം. ദാറ്റ് ഈസ് ദ ഡെമോഗോഗ്, എ പൊളിറ്റിക്കൽ ലീഡർ എസ്പെഷ്യലി, അതിനെയാണ് പറയുന്നത് കേട്ടോ. യെസ്. ഡു യു ബിലീവ് ഹി ക്യാൻ കംപ്ലീറ്റ് ഹിസ് ടെന്യൂർ? ദാറ്റ് ഇസ് ഗ്രേറ്റ്. അവിടെ കോമ വേണ്ട പ്രവീൺ. ഡു യു ബിലീവ് ഹി ക്യാൻ കംപ്ലീറ്റ്? അത് കറക്റ്റ്. അറ്റ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അറ്റ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥ, ഇൻ റിസ്ക് ഇല്ലേ? അറ്റ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് ആയിട്ട് വിട്ടെടുക്കുക. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, അറ്റ് റിസ്ക്, അതാണ് അറ്റ് സ്റ്റേക്ക്. അത് വേറെയാണ്, ഫ്രേസൽ വേർബ്, അത് വേറെ. അറ്റ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അറ്റ് റിസ്ക്കാണ് കേട്ടോ, ഓർത്തോണം. ഓൾറൈറ്റ്. അടുത്ത ഇൻസിസ്റ്റൻസ്. ഇൻസിസ്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ നൗണേ, ഇൻസിസ്റ്റ് ചെയ്യുന്ന ഡിമാൻഡ് ചെയ്യുക അല്ലേ, ഡിമാൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നൗണാണ്, ENC നൗണാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചോണം. ആൻഡ് ഇൻസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന വേർബില്ലേ, ഇൻസിസ്റ്റ് ഓൺ എന്നൊക്കെ പറയുന്ന വേർബിൻ്റെ നൗണ്. ഡിമാൻഡ്, ബിഡിങ്. ഈ ബിഡിങ് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞില്ല ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുന്നില്ലേ, റിക്വസ്റ്റ് ഓർ ഡിമാൻഡ് എന്നുള്ള ബിഡിങ്. പിന്നെ മറ്റു ബിഡിങ്ങും ഉണ്ട്. ബിഡിങ്ങിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് നമ്മുടെ പ്രപ്പോസൽ അല്ലേ, ടെൻഡർ എന്നൊക്കെ പറയാം. അടുത്ത കമാൻഡ്, ക്ലെയിം, അതൊക്കെയാണ് ഇൻസിസ്റ്റൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം. പിന്നെ ഉള്ളത് മിറിയഡ് ആണ്. മിറിയഡ് ഈസ് നൗൺ ആൻഡ് ആൻ അഡ്ജക്റ്റീവ്. നൗണായിട്ട് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. മൾട്ടിറ്റ്യൂഡ്, മാസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ അഡ്ജക്റ്റീവായിട്ട് വരുവാണെങ്കിൽ ഇൻന്യൂമറബിൾ, കൗണ്ട്ലെസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഇസ് മിറിയഡ് ഓഫ് കൾച്ചേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. അയ്യോ എന്ത് കൾച്ചറാണ് എന്നൊക്കെ പറയില്ലേ, ആൾക്കാരുടെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഇൻ ഇന്ത്യ. അത് ഐ തിങ്ക് ദാറ്റ് ആയിരിക്കും അല്ലേ. ഐ തിങ്ക് ദാറ്റ് അല്ലേ ശരത്തെ വിട്ടുപോയത്. ഐ തിങ്ക് ദാറ്റ് ദർ നീഡ്ന്റ് ബി ഇന്ററിം അൺടിൽ മിഷൻ അക്കംപ്ലിഷ്ഡ്. ഓക്കെ, ബ്രേക്ക് എടുക്കാൻ പാടില്ല എന്നല്ലേ, കൊള്ളാം. Many people are reluctant to do risky things because it has lots of hurdles to overcome. It has lots of risky things in it. Okay. Those people should realize one day that stumbling blocks only help to strengthening you allada. Strengthen you. How does strengthen you kodukana nube? Notion suggested by the company rejected by the court. Notion suggested by the company is rejected by the court. Court reject ചെയ്തു. അവിടെ പാസീവ് വോയിസ് ആണ് പ്രവി. അപ്പോൾ ഈസ് റിജക്റ്റഡ് കൊടുക്കാം, അല്ലെങ്കിൽ വാസ് റിജക്റ്റഡ് കൊടുക്കാം. ബി ഫോർമുലേഷൻ ഏത് കൊടുത്തോ സിംഗുലറെ കൊടുക്കാവുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ പാസീവ് വോയിസ് ആണത് കേട്ടോ. ലുക്കിംഗ് ഫോർവേഡ് ടു വർക്ക്, ലുക്ക് ഫോർവേഡ് ടു വർക്കിംഗ്, ഇത് കറക്റ്റ് ആണോ? ഇല്ലില്ല, പറഞ്ഞുതരാം. അഭിനയം. ലുക്കിംഗ് ഫോർവേഡ് ടു എന്ന് പറഞ്ഞാലും ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞാലും ഒരേ സാധനമാണ്, ഒരേ വ്യത്യാസമുള്ളൂ. അത് ഇതായിട്ട് ലുക്കിംഗ് ഫോർവേഡ് ടു എന്ന് കൊടുക്കുകയാണെങ്കിൽ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു, അതിലൂടെ ബി ഫോർമുലേഷൻ ഇട്ട് കൊടുത്ത് കണ്ടിന്യൂസ് ടെൻസ് ആയി. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു, അല്ലെങ്കിൽ ഐ ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയാം. അതിനുശേഷം വേണ്ടത് എന്താണ്? ING മാത്രമോ, ജെറണ്ടേ വരാവുള്ളൂ. ടു വർക്ക് പറയില്ല, ദാറ്റ്സ് റോങ്. എന്ത് കൊടുക്കണം? ഐ ലുക്ക് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് യു. ഐ ലുക്ക് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് യു. എന്നത് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നു നിന്നോട് വർക്ക് ചെയ്യാനായിട്ട് എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ വർക്ക്. നിന്റെ വർക്കിനെ ഞാൻ നോക്കിയിരിക്കണം. അവിടെ വർക്ക് പറയാം, വർക്ക് നൗണായിട്ട് പറയണം. ആ നൗണായിട്ട് പറയണമെങ്കിൽ അവിടെ പോസസീവ് എന്തായാലും കൊടുക്കുക. എന്തെങ്കിലും വർക്ക്, ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ വർക്ക്. നിന്റെ വർക്ക് ഞാൻ നോക്കിയിരിക്കുകയാണേ, അത് കാണാൻ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയാം കേട്ടോ. കാര്യം വർക്ക് നൗൺ ആയതുകൊണ്ട് അഭിനയം നമുക്കത് പറയാം. കാരണം ലുക്ക് ഫോർവേഡ് ടു ഇസ് എ ഫ്രേസ്, അതിനുശേഷം എപ്പോഴും ഒബ്ജക്റ്റ് ആണ് വരേണ്ടത്. അതായത് നൗണോ പ്രൊനൗണോ അല്ലെങ്കിൽ ജെറണ്ടോ കൊടുക്കാം. ദാറ്റ്സ് ഇറ്റ്. ഓർത്തോണം. ഇന്ന് ലാഗ് ആയല്ലേ? താമസിച്ചു എന്ന് തോന്നുന്നു അല്ലേ? വേൾഡ് കൺട്രീസ് ടേക്ക് ഹെൽപ്പ് ഉക്രൈൻ ടു ഫൈറ്റ് അഗൈൻസ്റ്റ് റഷ്യ. ഹായ് റെനി, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ക്ലബ്.
ഒരു പ്രശ്നവുമില്ല, പുതിയ ആൾക്കാർ എപ്പോഴും വെൽക്കം ആണ്, ഡെയിലി വരിക, പഠിക്കാട്ടോ. ഷീ ഹാഡ് എ ലോങ് ടെന്യൂർ ഓഫ് ഓഫീസ്, ദാറ്റ്സ് ഗ്രേറ്റ്. ദ സ്പിയർ ഹെഡ് ഒറ്റ വാക്ക് വരൂ, is on an interim leave, so we need to cope with the activities. All right, every children, ഷൈനി അവിടെ തെറ്റി. എവറിയുടെ കൂടെ നമ്മൾ ഒരിക്കലും സിംഗുലറിലേ കൊടുക്കുള്ളൂ, പ്ലൂറിൽ കൊടുക്കുമോ? എവറിയുടെ കൂടെ, ഈച്ചിൻ്റെ കൂടെ. മറക്കല്ലേ പിള്ളേരെ, ഐ റിയലി വോണ്ട് യു ടു ലേൺ ദാറ്റ്. ഈച്ചിൻ്റെ കൂടെ, എവറിയുടെ കൂടെ, നൈദറിൻ്റെ കൂടെ, ഐദറിൻ്റെ കൂടെ. എപ്പോഴും ഈ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ സിംഗുലറേ കൊടുക്കുകയുള്ളൂ എന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. സിംഗുലറേ കൊടുക്കാവുള്ളൂ. അവർ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ കേട്ടോ, ഡിറ്റർമിനേഴ്സ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ സിംഗുലർ നൗണേ കൊടുക്കുള്ളൂ. പക്ഷേ അത് ഇപ്പോൾ ഐദർ ഓഫ്, നൈദർ ഓഫ്, ഈച്ച് ഓഫ് എന്ന് പറഞ്ഞ് പ്ലൂറിൽ കൊടുക്കാം. പക്ഷെ അവിടെ സിംഗുലർ നൗണറിൻ്റെ കൂടെ വരേണ്ടത് സിംഗുലർ വേർബും ആണ്, അത് മറക്കണ്ട. അത് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഷൈനി ഓർത്തോണേ, ഞാൻ ഇതുപോലെ കാര്യം ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. എവറി ചൈൽഡ് ഹാസ് എൻ ഓഷൻ, ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് മസ്റ്റ് ടേക്ക് ദം. ഓക്കെ, ഹി ഹാസ് എൻ ഇൻഹെറന്റ് ടാലന്റ് ടു അച്ചീവ് ദാറ്റ്. ഓക്കെ, ദാറ്റ് ഇസ് ഗ്രേറ്റ്. ഗവൺമെന്റ് പ്രൊപ്പോസ് മെനി നോഷൻ അല്ല, സോണിലെ മെനിയുടെ കൂടെ പ്ലൂറൽ നൗണേ കൊടുക്കാവുള്ളൂ. മെനി നോഷൻസ് കേട്ടോ. ഗവൺമെന്റ് പ്രൊപ്പോസ് മെനി നോഷൻസ് ടു ടാക്കിൾ ദ സ്ട്രേ ഡോഗ് മെനീസ്. ഓക്കെ, വി ക്യാൻ എക്സസൈസ് ദിസ് റൈറ്റ് ഇൻഹെറന്റ്ലി, ദാറ്റ്സ് ഗ്രേറ്റ്. ഇഡിയംസ്, വേർഡ് പവർ എന്നിവയുടെ സ്ലൈഡ്സ് കൂടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ആക്കിയാൽ ഉപകാരമായിരുന്നു. ഓക്കെ ഗ്ലാഡ്വിൻ, ഇഡിയംസിൻ്റെ അങ്ങനെ വേണോ? എങ്കിൽ സെറ്റാക്കി തരാം. വേർഡ്സിൻ്റെ ഒക്കെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാക്കണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ വിചാരിച്ചു കാണാനൊരു ഭംഗിക്ക് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എങ്കിൽ അങ്ങനെ ആക്കാം, നോ പ്രോബ്ലം, ഐ വിൽ ഡു ദാറ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സജഷൻ. ദർ വാസ് മിറിയഡ് പ്രോബ്ലംസ് തെറ്റാ. കാരണം ദർ എന്ന് പറയുന്നതല്ല ഇവിടുത്തെ സബ്ജക്റ്റ്, എമ്മിലെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ദർ വേർ മിറിയഡ് പ്രോബ്ലംസ് കൊടുക്കണേ. ദർ വേർ മിറിയഡ് പ്രോബ്ലംസ് ഇൻ അവർ കൺട്രി എന്ന് കൊടുക്കണം കേട്ടോ. ദർ ഇസ് എ മിറിയഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ദർ ഇസ് എ മിറിയഡ്. ഓക്കെ, ദർ ഇസ് എ മിറിയഡ് ഓഫ് പറയാം, കാരണം അവിടെ എ മിറിയഡ് എന്നാണ് കൊടുത്തത്. യെസ്, in front of you, if you are willing to insist. If you are willing to insist on them ആണ്, insist them അല്ല. ഇൻസിസ്റ്റിന് ശേഷം എപ്പോഴും ഫിക്സഡ് പ്രൊപ്പോസിഷൻ കൊടുക്കണേ രശ്മി. on them, insist on them കേട്ടോ. The cleavage in the road makes it highly prone to accident. Yes, insistence of the party could not be acceptable. All right, his insistence is very arrogant to the company. That's great. The commissioner said, act only on my insistence. That's great. The government insisted the governor to sign the Lokayukta amendment bill. Yes, we were plagued by a myriad tiny flies. That's great. Okay, that is great. He insisted on a BMW car as dowry. എന്ത് അല്ലേ, അപ്പം അവനെ കെട്ടണ്ടാട്ടോമല, അങ്ങ് മാറ്റി എടുത്തേക്ക് അവനെ. BMW പറ്റുള്ളവന്. അവസാനം കല്യാണം കഴിഞ്ഞ് കൊച്ചുണ്ടാകുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറയും വെറുതെ. Inherently many dissimilarities emerging between the spearhead and personal, it lead to the cleavage of the cadre. It leads to the എന്ന് കൊടുക്കണം. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അത് ഇറ്റ് ലെഡ് എന്ന് കൊടുക്കാം വിനു കേട്ടോ. ഇറ്റിൻ്റെ കൂടെ ഒരിക്കലും ലീഡ് കൊടുക്കരുത്, ലീഡ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ലെഡ് പാസ്റ്റ് ടെൻസ് കൊടുക്കണം കേട്ടോ വിനു. ദർ വർ myriad stars in the star T വരണ്ട കേട്ടോ. ആക്ച്വലി stars in the sky yesterday. Yeah, born and raised in a patriarchal society, most of us carry some inherently acquired prejudices. Yes, സത്യമാണത് അല്ലേ, നമുക്ക് എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഒരു ഇത്. ഷീ ഹാസ് ആൻ ഇൻഹെറന്റ് പാഷൻ ടുവേർഡ്സ് മ്യൂസിക്. ദാറ്റ്സ് ഗ്രേറ്റ്. ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലേ, ദാറ്റ്സ് ഗ്രേറ്റ്. പീപ്പിൾ മൂവിങ് ഓൺ. മിറിയഡ് എന്ന വാക്കിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം കാഡ്രെ കേട്ടിട്ടുണ്ടല്ലോ. കാഡ്രെ സ്മോൾ ഗ്രൂപ്പ്, ഒരു ചെറിയ ഗ്രൂപ്പിന് ഒരു ബോഡി, ടീം, കോപ്സ്, അതിനാണ് നമ്മൾ കാഡ്രെ എന്ന് പറയാം അല്ലേ. കാഡ്രെ NCC കാഡ്രെ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ട് പരിചയമുള്ള കാര്യമാണ്. ഒരു ഗ്രൂപ്പ്, ഒരു സ്മോൾ ബോഡി, അല്ലെങ്കിൽ ടീം, കോപ്സ്, ഒരു സേന, അതിനാണ് നമ്മൾ കാഡ്രെ പറയാം. അടുത്ത് ക്ലീവേജ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഒരു നല്ല ഡിവിഷൻ, ഒരു സ്പ്ലിറ്റ് ഉണ്ട് അവിടെ, ഒരു സെപ്പറേഷൻ ഉണ്ട്, ഒരു സ്പ്ലിറ്റ് ഉണ്ട്, ഡിവിഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ക്ലീവേജ് എന്ന് പറയാം. ഈ പാർട്ടി തമ്മിലുള്ള പിളർപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് ക്ലീവേജ് എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഇസ് ക്ലീവേജ്, ഷാർപ്പ് ഡിവിഷൻ, സ്പ്ലിറ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ലെറ്റ്സ് മൂവ്. അടുത്തത് നമ്മുടെ KSന്റെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ 7,000 ചില്ലറ രൂപയാണ്. പക്ഷേ നമുക്കതിന് ഡിസ്കൗണ്ട് ഉണ്ട്, 17% ഡിസ്കൗണ്ട്. നിങ്ങൾക്ക് 5,888 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് മേടിക്കാൻ പറ്റും. കോഡ് മറക്കണ്ട, Y314. അപ്പം നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. KS അവസാനമൊക്കെ നിമിഷത്തിൽ ഓടിപ്പിടിച്ച് പഠിക്കാനുള്ള പറ്റുന്ന കാര്യമല്ല, അത് മനസ്സിലുണ്ടായിരിക്കണം. അടുത്തത് നമ്മുടെ ട്രാൻസ്ലേറ്ററിൻ്റെ സെക്കൻഡ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. 1,952 രൂപയാണ് കോഴ്സ് ഫീ. അപ്പോൾ നമുക്ക് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഹൈക്കോർട്ടിൻ്റെ ഡ്രൈവർ പോസ്റ്റ്, ഷോഫർ പോസ്റ്റോട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. 10ാം ക്ലാസ് SCG ഉള്ളൂ, ഇംഗ്ലീഷ് അതിലില്ല. GK പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. പഠിച്ചു പോകണം. 1,952 രൂപയാണ് കോഴ്സ് ഫീ. മുന്നോട്ട് പോവുക, ഉഷാറാവട്ടെ കാര്യങ്ങൾ. അടുത്ത വേർഡ്സ് പഠിക്കാം. കരിസ്മാറ്റിക്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കരിസ്മാറ്റിക്. അഡ്ജക്റ്റീവ് ആണ്. കരിസ്മാറ്റിക് മീൻസ് ചാമിങ്, ഫാസിനേറ്റിംഗ്, മെസ്മറൈസിങ്, നമ്മളെ അങ്ങ് വീഴ്ത്തി കളയുന്നതൊക്കെ നമ്മൾ പറയാറില്ല. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇറ്റ് ഹാസ് എ കരിസ്മാറ്റിക് അപ്രോച്ച്, അല്ലെങ്കിൽ ഹി ഹാസ് എ കരിസ്മാറ്റിക് അപ്രോച്ച്. അവനൊരു പ്രത്യേക, അവൻ നമ്മൾ വീഴ്ത്തി കളയും. അവൻ്റെ വർത്താനം നമ്മളെങ്കിൽ ക്യാപ്റ്റിവേറ്റ് ചെയ്ത് കളയും അല്ലേ. വീഴ്ത്തുക, ക്യാപ്റ്റിവേറ്റിംഗ്.
ചാമിങ് അല്ലെങ്കിൽ ഫാസിനേറ്റിംഗ്, മെസ്മറൈസിങ് എന്നൊക്കെ നമുക്ക് പറയാം. ദാറ്റ് ഇസ് കരിസ്മാറ്റിക്. മറന്നുപോണ്ട, കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റിവേറ്റിംഗ്, ചാമിങ്, ഫാസിനേറ്റിംഗ്, മെസ്മറൈസിംഗ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ. Sometimes myriad options may make candidates perplexed. Perplexed അല്ല, perplexed കേട്ടോ. ശരത്തെ പെർപ്ലെക്സ് എന്ന് പറയുന്നത് വെർബാണ്. പെർപ്ലെക്സ്ഡ് ആകുമ്പോൾ അത് അഡ്ജക്റ്റീവായി. അപ്പോൾ അത് അഡ്ജക്റ്റീവായിട്ട് നീ കൊടുക്കുന്നത് പെർപ്ലെക്സ്ഡ് കൊടുക്കാം കേട്ടോ. റൂത്ത്ലെസ്നെസ് ഇൻഹെറന്റ് ഇൻ ഹിം led to a nasty cleavage with his wife. That's great. You can see myriad talents in this category. That's great. If there is no suitable person, if there is no suitable person കൊടുത്തു, അവിടെ ഈസ് അവിടെ ഓൾറെഡി വന്നു, പിന്നെ ഈസ് അവൈലബിൾ എന്ന് കൊടുക്കരുതേ പ്രവി, ഇങ്ങനെ കൊടുക്കാം. ഇഫ് ദർ ഇസ് നോ സൂട്ടബിൾ പേഴ്സൺ അവൈലബിൾ ഇൻ ദ കാറ്റഗറി, ആ അവൈലബിളിന് മുമ്പിലുള്ള ഈസ് കട്ട് ചെയ്ത് കളയാം. ദെൻ കൊടുക്കരുത്. ദാറ്റ് ഇസ്, ഞാൻ എന്നാൽ റിഡൻഡന്റ് ഫ്രേസ് ആണ്, റിഡൻഡന്റ് വേർഡ് ആണ്, അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഇഫിനോട് ദെന്ന് വേണ്ട, കോമ മാത്രമേ. ദെന്ന് കട്ട് ചെയ്തേ, അവൈലബിളിന് മുമ്പിലുള്ള ഈസ് കട്ട് ചെയ്യുക, അപ്പോയിൻമെൻറ്റിന് മുമ്പിലുള്ള ദെന്ന് കട്ട് ചെയ്യുക. Appointment will be in a list prepared by the session judge. I have a powerful team. Powerful ottavakas, Gopika. Powerful team. A category was formed to save the people from the flood. That's great. He insisted on me to leave from this place and join other category. He insisted on me. The inherent nature, Raju helps him to surpass the hurdles. The insistent nature of Raju. Rajuവിൻ്റെ insistent nature അല്ല, inherent nature. The inherent nature of Raju. The inherent nature of Raju helps him to surpass the hurdles. അപ്പോൾ പിള്ളേരെ 60+ വ്യൂവേഴ്സ് ലൈവിലുണ്ട്. ആൻഡ് വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ്? എന്താ നോക്കിക്കൊണ്ടിരിക്കുക? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട്, ഈ വൊക്കാബുലറിക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. അല്ലേ, ജാട കാണിക്കല്ലേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. അങ്ങനെയല്ലേ, യു ഷോ മീ ദാറ്റ് യു കെയർ അല്ലേ. അടുത്ത് നോക്കാം. മെറിറ്റ് പീപ്പിൾ ആർ പാർട്ടിസിപ്പേറ്റിംഗ് ആണോ? അല്ല, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഭാരത് ജോഡോ പ്രോഗ്രാം ഇൻ കേരള. പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കേട്ടോ ഷൈനി, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ, അപ്പോൾ അത് മീനിങ് ഫുൾ ആവുക. ദ കാറ്റഗറി ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓൾസോ ഇവോൾവ്സ് ഫ്രം ദി downtrodden. Yes, he's gifted with a charismatic personality. That's good. Charismatic. Why didn't you include my name in the synonyms? Oh, എൻ്റെ പൊന്നെ, എൻ്റെ വിശ്വരാജേ, നിന്നെ കൊള്ളാം. നൈസായിട്ട് വരുമല്ല നീ, കൊള്ളാം. കയറി വന്നവൻ ഗോൾ അടിച്ചിട്ട് പോവാ. അടുത്ത കോട്രി. വാട്ട് ഈസ് കോട്രി? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, ഒരു വലിയ ഗ്രൂപ്പിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ നമുക്ക് കോട്രി പറയാം. ഫാക്ഷൻ, ക്ലീഗ്, സെറ്റ്, സർക്കിൾ, കേബിൾ, കോക്കസ്, പാക്ക് എന്നൊക്കെ പറയും. ദാറ്റ് ഇസ് കോട്രി. ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അടുത്ത് നോക്കാം. സഞ്ജു സാംസൺ ഗെറ്റ്സ് immediate support from the crowd when he gets into ബാറ്റിങ്ങിലോട്ട് കയറുമ്പോൾ. ഇൻ ദ എടാ, ഇന്നലത്തെ മാച്ച് എന്ന് പറയുമ്പോൾ വിനു, ഇന്നലത്തെ മാച്ച് എന്ന് പറയുമ്പോൾ അത് എന്തായി? അഡ്വർബ് ഓഫ് പാസ്റ്റ് ആയി. അവിടെ പിന്നെ ഗെറ്റ്സ് കൊടുക്കുമോ? ഇല്ല. അപ്പം എന്ത് കൊടുക്കണം വിനു? ഒന്ന് തിരുത്തിക്കേ. സഞ്ജു സാംസൺ ഗോട്ട് immediate support from the crowd when he got into batting in the yesterday's match എന്ന് കൊടുക്കട്ടോ. ഷി ഹാഡ് എ കരിസ്മാറ്റിക് ബ്യൂട്ടി. ആണോ എന്ന്? ഇർഫാന? പിന്നല്ല. ഹർത്തൽ ഇസ് എ കരിസ്മാറ്റിക് ഫെസ്റ്റിവൽ ഇൻ ഇന്ത്യ. ഓഹോ, ചാമിങ് ഫെസ്റ്റിവൽ ആണോ? അയ്യോ, വീഴ്ത്തുന്ന ഫെസ്റ്റിവൽ ആണോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നീ കൊള്ളാം. കേപ്പ് ഐഡിയൽസ് റിയലി കരിസ്മാറ്റിക് അല്ലേ അവന്മാർ? അത് സത്യം. ഐഡിയൽസ് അവന്മാരും തന്നെ അവൾമാരുകളും അല്ലേ? ഐഡിയൽസ് ആർ യെസ് കൃഷ്ണ. ദ കരിസ്മാറ്റിക് വിഷ്വൽ ട്രീറ്റ് struck the chord of judging panel, which eventually ended up in their victory. That's great. The inner charismatic beauty makes man a troubleshooter. Makes man to. Make-ന്റെ കൂടെ ഒരിക്കലും ടു എന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഇടില്ല. മേക്സ് മാൻ എന്ന് പറഞ്ഞാൽ ലീഡ്സ് ടു കൊടുക്കാം, ടേൺ ടു കൊടുക്കാം, മേക്കിൻ്റെ കൂടെ കൊടുക്കില്ല. ടു വേണ്ട ശരത്തെ കേട്ടോ. ദ ആക്ട്രസ് ഇൻ ദ മൂവി രാമം is charismatic. Okay. Cleavage is always happening in political parties. എപ്പോഴും അല്ലേ, എപ്പോഴും ഉണ്ടാവും. Charismatic speech of the teacher fosters the children to have consensus. Great. Dipine, good morning. The movie Titanic depicts a charismatic love story. All right. Yes, it is. ഞാൻ പോവാന്ന് K-pop പോകുന്നു. വിശ്വരാജ് K-popന് എതിരാണ്. എന്താ അല്ലേ? കൊള്ളാം. എല്ലാത്തിനും ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ്. എന്താണ്, യു ഹാവ് ടു എംബ്രേസ് ഡിഫറൻസസ്. വിശ്വരാജെ, നീ അത് പഠിക്കണം. യു ഹാവ് ടു ലേൺ ദാറ്റ്. അടുത്ത് പഠിക്കാം ലോത്ത്. എന്താണ് ലോത്ത്? ലോത്ത് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ്. റിലക്റ്റന്റ്, അൺവില്ലിംഗ്, ഡിസിൻക്ലൈൻഡ് എന്നൊക്കെ പറയാൻ പറ്റും ലോത്ത്. വേറെ ലോത്ത് ഉണ്ട്, LOATH, ഈ ലോത്ത്. ആ ലോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്
എന്താ പറയുക, നമ്മളതിന് എന്താ പറയുക, ഹേറ്റ്രഡ്, അത് ഹേറ്റ്രഡ് ആണ്. LOATHE ലോത്ത്. മാറിപ്പോരുത്തെ ലോത്ത്. അപ്പോൾ ലോത്ത് എന്ന വാക്ക് 2 ലോത്ത് ഉണ്ട്. ഈ ലോത്ത് ഈസ് അഡ്ജക്റ്റീവ് ലോത്ത്. ആ ലോത്തിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ കണ്ട ഹെസിറ്റൻ്റ് ആയിട്ടുള്ള, റിലക്റ്റൻ്റ് ആയിട്ടുള്ള, അൺവില്ലിങ് ആയിട്ടുള്ള എന്നർത്ഥമാണ്. എന്നാൽ നമുക്ക് വേറൊരു ലോത്തുണ്ട്. ആ ലോത്താണ് LOA, ലോത്സം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ലോത്ത്. അപ്പോൾ LOATHE ലോത്തുണ്ട്. ആ ലോത്തിൻ്റെ അർത്ഥം രണ്ട് ലോത്താണ്, മനസ്സിൽ ഓർത്തോണം. ഈ ലോത്തിൻ്റെ അർത്ഥം അത് നൗണാണ്. ഇത് നൗണാണ്, അല്ല വേർബാണ്. അത് വേർബാണ്, നോട്ട് നൗൺ. ഇറ്റ്സ് എ വേർബ്. ഹെയ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിറ്റസ്റ്റ് ചെയ്യാം, വെറുക്കുക പറയില്ലേ. എന്നാൽ ഈ ലോത്ത് ഇസ് ആൻ അഡ്ജക്റ്റീവ് ലോത്ത്. ഈ ലോത്ത് എന്ന് പറഞ്ഞാൽ അൺവില്ലിങ്. ഓക്കെ, ഓർത്തോണം, മാറിപ്പോരുത്, ഓർത്തോണം. രണ്ടും എപ്പോഴും കൺഫ്യൂസിങ് വേർഡ്സിൽ വരുന്ന കാര്യമാണ്. LOATH ലോത്ത് ഇസ് റിലക്റ്റൻ്റ് അല്ലെങ്കിൽ അൺവില്ലിങ് എന്ന അഡ്ജക്റ്റീവും, LOATHE ഒരു വന്നപ്പോൾ അത് വെർബാണ്. അതിൻ്റെ മീനിങ് ഹെയ്റ്റ്, ഡിറ്റസ്റ്റ് എന്നൊക്കെയാണ്. മാറിപ്പോരുത്. ടേക്ക് ഇറ്റ് എ നോട്ട്. ഓൾറൈറ്റ്, മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. ക്ലിയർ? അടുത്ത ഫോസ്റ്റർ പേരൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ഫോസ്റ്റർ കിഡ്സ്, ഫോസ്റ്റർ പേരൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ ഫോസ്റ്റർ എന്ന വാക്ക്? ഒരർത്ഥം മീൻസ് എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ലിറ്ററലി പറയില്ലേ ബ്രിങ് അപ്പ് ചെയ്യുക, വളർത്തിയെടുക്കുക, റെയർ ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ റെയർ ചെയ്യുക അല്ലെങ്കിൽ റേസ് ചെയ്യുക, ബ്രിങ് അപ്പ് അല്ലേ, വളർത്തുക. ഐ വാസ് ബ്രോട്ട് അപ്പ് ബൈ മൈ ഗ്രാൻഡ് പേരൻസ്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന ഡയലോഗില്ലേ, അത് ആ ഡയലോഗ്. ഫോസ്റ്റർ യുവർ ടാലൻസ്, എൻകറേജ്, പ്രൊമോട്ട് യുവർ ടാലൻസ് എന്നൊക്കെ പറയില്ലേ, അതുകൊണ്ട് കേട്ടോ. രണ്ടും ഓർത്ത് വെച്ചോളാം. അടുത്തത് കൺസെൻസസ്. അറിയാലോ, കൺസെൻസസ് ഇസ് എൻ അഗ്രിമെന്റ്, ഹാർമണി, കോൺകോർഡ്, അക്കോർഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനമാണ് കൺസെൻസസ്. നൗൺ ആണ് കൺസെൻസസ്, ഓർത്തോണം. അക്കോർഡ്, കോൺകോർഡ്, ഹാർമണി, അഗ്രിമെന്റ് എന്നൊക്കെയാണ് നമ്മുടെ കൺസെൻസസ് എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ അല്ലേ? യെസ്. അടുത്ത എന്തായിരുന്നു? ഓക്കെ, അടുത്ത എന്തായിരുന്നു? ബറാക് ഒബാമ ഈസ് എ സ്റ്റേറ്റ്സ്മാൻ ആൻഡ് ലീഡർ ഓഫ് ഗ്രേറ്റ് കരിസ്മ. യെസ്. സെക്ഷൻസ് വിത്ത് കരിസ്മാറ്റിക് പീപ്പിൾ വിൽ ഫോസ്റ്റർ അസ് ടു ചേസ് ഡ്രീംസ്. അത് സെക്ഷൻസ് അല്ല, സെഷൻസ് ആണേ. അത് സെക്ഷൻസ് അല്ല, സെഷൻസ് ആണേ. മാറിപ്പോരുതേ. ആരായിരുന്നു അത് പറഞ്ഞത്? ആനന്ദേ സെഷൻസ് ആണ്. SESSIONS ആണ്, സെഷൻസ് ആണ്. സെക്ഷൻസ് ഭാഗമാണ്, ഭാഗമല്ലല്ലോ. നീ ഉദ്ദേശിക്കുന്ന സെഷൻസ് അല്ലേ, എന്താണ് പറയാം, ക്ലാസ്സസ് ഓർ എന്താണ് അങ്ങനത്തെ ഉള്ള സെഷൻസ് അല്ലേ, ആ സെഷൻസ്. ഓക്കെ, അടുത്ത. ഓക്കെ, നോക്കട്ടെ. ആദ്യം ഗോട്ടിട്ട് മാറ്റുമോ? അപ്പോൾ അവിടെ തെറ്റിയത് മനസ്സിലായില്ലേ? ലോത്ത് ഡിസ്ലൈക്ക് ഹേറ്റ് അല്ലേ. ലോത്തിന്റെ സ്പെല്ലിംഗ് കൃഷ്ണ കണ്ടോ? 2 ലോത്ത്, അതാണ്. കോട്ടറി ഒന്നുകൂടെ പറയാലോ. കോട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു ഗ്രൂപ്പ് ആൾക്കാർ, ഒരു സെറ്റ്, ഒരു സർക്കിൾ ഓഫ് പീപ്പിൾ. ഗ്രൂപ്പിനെ ക്ലീഗ് എന്ന് പറയാം. അതായത് ഒരു വലിയൊരു പാർട്ടിയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഒരു ഗ്രൂപ്പായിട്ട് മാറി നിൽക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ്, സ്മോൾ ബോഡി, അതിനാണ് കോട്ടറി പറയാം കേട്ടോ. ഓർത്തോണം. ഇർഫാന, കോട്ടറി എന്ന് അഭിനയ്ക്ക് ഇപ്പോഴും കോട്ടറി കത്തിയിട്ടില്ല. കോട്ടറി എന്ന് പറഞ്ഞാൽ ഒരു പാക്ക് ഓഫ് പീപ്പിൾ, എ കേബിൾ ഓഫ് പീപ്പിൾ, എ സർക്കിൾ ഓഫ് പീപ്പിൾ, എ സെറ്റ് ഓഫ് പീപ്പിൾ, അതാണ് കോട്ടറി. ഇപ്പം നമ്മൾ ഈ പൊളിറ്റിക്കൽ പാർട്ടിയിലൊക്കെ പറയില്ല കോട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വേറൊരു വിങ്ങുമായിട്ട് മാറിയ ആൾക്കാരുണ്ടാവല്ലോ, അതിനെയൊക്കെയാണ് ഈ കോട്ടറി എന്ന് പറയാം. കരിസ്മാറ്റിക് ടോക്കിംഗ് ഓഫ് കിഡ്സ് ഓൾവേസ് മേക്സ് ഹാപ്പി ഫോർ എവരി. അല്ല, ഇങ്ങനെ കൊടുക്കണം. കരിസ്മാറ്റിക് ടോക്കിംഗ് ഓഫ് കിഡ്സ് ഓൾവേസ് മേക്സ് എവ്രി വൺ ഹാപ്പി എന്ന് കൊടുക്കണം. ഫോർ എവ്രി വൺ അല്ല, മേക്സ് എവ്രി വൺ ഹാപ്പി. മേക്ക് എന്ന വേർബിന് ശേഷം ഒബ്ജക്റ്റ് നിർബന്ധമാണ് കുട്ടി, അത് മറക്കരുത് കേട്ടോ. യെസ്റ്റർഡേസ് മാച്ച് എന്ന് പറയുമോ? യെസ്റ്റർഡേ മാച്ച് അല്ലേ, ടുമോറോസ് പറയാമോ? പറയാം. ശരത്തെ, യെസ്റ്റർഡേ മാച്ച് തെറ്റാ. യെസ്റ്റർഡേസ് ഇന്നലെയുടെ. കാര്യം എന്തുകൊണ്ടാ? നമുക്ക് അപ്പസ്ട്രോഫി ഇടാം നോൺ ലിവിങ് തിങ്സിൽ. എന്തിന്? ടൈം മെഷർമെന്റ്സിനൊക്കെ. അപ്പോൾ ഇട കൊടുക്കാം. യെസ്റ്റർഡേസ് മാച്ച്, ടുമോറോസ് മാച്ച്, ഡേ ആഫ്റ്റർ ടുമോറോസ് മാച്ച് അല്ലെ, ഡേ ആഫ്റ്റർ ടുമോറോസ് ലിസ്റ്റ്, ടുമോറോസ് ഇന്റർവ്യൂ എന്നൊക്കെ പറയാം കേട്ടോ. നാളത്തെ ഇന്റർവ്യൂ, നാളെയുടെ ഇന്റർവ്യൂ ഒക്കെ പറയാം. ദ കോട്ടറി വാസ് ഇൻഫോംഡ് ടു ഐഡന്റിഫൈ ദ പീപ്പിൾ. യെസ്. ഗുരുദാസ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നിന്നെ ഞാൻ പെയ്ഡ് ക്ലാസ്സിൽ കണ്ടപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഇന്നലെ മിനിഞ്ഞാന്നല്ലേ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറേ നാളെ നിന്നെ കണ്ടിട്ട് എവിടെയാണ്? അതുപോലെ ചേട്ടനല്ലേ, നിന്റെ ചേട്ടയല്ലേ പോയോ? പുറത്ത് UK പോവാന്ന് പറഞ്ഞ് പോയോ? എന്തായി പുള്ളിയുടെ പുറത്തോട്ടുള്ള പോക്കൊക്കെ? ഹൗ ക്യാൻ യു മെയിൻറ്റെയിൻ കരിസ്മാറ്റിക് പെർഫോമൻസ് ഇൻ ദിസ് സെഷൻ? അല്ല എന്താല്ലേ, ആർക്കറിയാം. മിസ്സേ, ഈ ഫോൾട്ടർ സ്റ്റംബിൾ മീനിങ് ഒന്ന് പറഞ്ഞു തരാമോ? ഫോൾട്ടർ എന്ന് പറഞ്ഞാൽ ചേഞ്ച്. ഫോൾട്ടർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് വരിക എന്നുള്ള നമ്മൾ പറയാം. ഫോൾട്ടർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് വരുത്താന്ന് പറഞ്ഞാൽ. ഫോൾട്ടറെ സ്റ്റംബിൾ ചെയ്യുക, തട്ടി വീഴുക, വീഴാൻ വേണ്ടി പോവുക, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. രണ്ടർത്ഥമുണ്ട് ഫോൾട്ടറിന്. ചേഞ്ച് വരുത്തുക അല്ലെങ്കിൽ ഡിലേ ആവുക, ഫോൾട്ടറിങ് ആണെന്ന് പറയാം. പിന്നെ സ്റ്റംബ്ലിങ് എന്ന് പറയുമ്പോൾ വിക്ക് വരിക, ഡിലേ ആവുക, അതാണ്.
സെയിം സാധനം കേട്ടോ. അത് രണ്ടും ഒരേ മീനിങ് ആണ് കേട്ടോ വിനു. ഹി വാസ് ഇൻ ലോത്ത് ടു കം അപ്പ് ടു ദി സ്റ്റേജ്. യെസ്, ഓക്കെ. ആ ലോത്ത് അറിയാലോ. ഹി വാസ് ഇൻ ലോത്ത് പറയില്ല അവിടെ ഇന്ന് വരില്ല. ഹി വാസ് അൺവില്ലിംഗ് ടു, ഹി വാസ് ലോത്ത് ടു കം അപ്പ് ടു ദി സ്റ്റേജ് കൊടുക്കണേ ഇർഫാന. ലോത്ത് ടുവേർഡ്സ് ലോത്ത്, ഓക്കെ. അൺവില്ലിംഗ് ടുവേർഡ്സ് ലോത്ത് ഷുഡ് ബി അവർ പോളിസി. പിന്നല്ല. ആൻഡ് many of the people lodged for the strikes in Kerala. Hated. Lodged for പറ്റില്ല അവിടെ, lodged for വേണ്ട. Many of the people lodged the strikes in Kerala എന്ന് കൊടുക്കണേ. Teacher fostered the students to take part in cultural programs. That's great. Fostering good qualities in children is the duty of the parents. ആണ്. Rintu ma'am's editorial sessions truly foster my love for English language. Sita, thank you. I'm really honored. Ravi and Kumar was in Ravi and Kumar രണ്ട് പേരല്ലേ? അപ്പോൾ ഇർഫാന, where Ravi and Kumar were in consensus, were in agreement to work together. Where was അല്ലേ? was അല്ല. My teacher fosters me to study well. That's great. സനുജ, അത് കൊള്ളാം. ലോത്ത് വെച്ചൊരു സെന്റൻസ് പറയാമോ? പറയാലോ, ഇപ്പം പറയാലോ. ലോത്ത് ഞാൻ പറഞ്ഞില്ലേ, ഐ എം ലോത്ത് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇലക്ഷൻ. എനിക്ക് ഐ എം നോട്ട് വില്ലിങ്, ഐ എം നോട്ട് അല്ലെ, ഐ എം ലോത്ത് ടു, ഐ എം റിലക്റ്റന്റ്, എനിക്ക് താല്പര്യമില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. Loth or wrath is one among the cardinal sins, 7 cardinal sins. Oh, അല്ലേ? Date കൊള്ളാം. UV was loth to stop his batting even when his lung cancer was stalking him. Yes. A charismatic society would not loth from fostering consensus. ആ ലോത്ത് ഏതാടാ? വെർബായിട്ട് ഉപയോഗിക്കുന്ന ലോത്ത് ഏതാ? LOTHE ലോത്ത്. അതാ ഞാൻ ഇപ്പോൾ പറഞ്ഞേ, മാറിപ്പോയത് ഗുരുദാസെ. ലോത്ത് THE ലോത്ത്. ഓക്കെ. കൺസെൻസസ് must be followed by parties, otherwise contract will be void. That's great. I pity not you, but this attire, the government which gave you the uniform to foster the people as well as save their property, that is police, that must be the police. King, ഞാൻ ഓർക്കുന്നുണ്ട് ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ള മലയാളത്തിൽ, അല്ലേ? അതാവണവിടാ പോലീസ്, അല്ലേ? അതായിരിക്കണവിടാ പോലീസ് എന്ന് എനിക്ക് തോന്നി. അപ്പോഴേ ഓർത്ത്, ശരത്ത് നിന്റെ പോക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നിന്റെ ചാട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങോട്ടാണ് പോയി, അല്ലേ? സെപ്റ്റംബർ 17. അതാണോ നീ തിരക്കായിരുന്നത്, നിന്നെ കാണാനേ കിട്ടാതിരുന്നത്? Okay, Gurudase. The class teacher divided whole students to different coteries to do the project. That's great. ഇപ്പം അഭിനയ പറഞ്ഞ കറക്റ്റാ. എന്തുകൊണ്ടാ ഇപ്പം അഭിനയിക്ക് അതിന്റെ മീനിങ് കത്തി, അല്ലേ? കൊള്ളാം. Our ancestors are said to be coterie from Dravida community. Yes. ഞാൻ പറഞ്ഞ ഇതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്നു. പിന്നെ എന്തിനാണ് മുത്ത ഞാനിവിടെ? ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഓർക്കും. ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഞാൻ തള്ളുന്നതല്ല. എന്നോട് ഒരാളൊരു കാര്യം പറഞ്ഞാൽ ഐ വിൽ റിമെമ്പർ ദാറ്റ്. അതെൻ്റെ മനസ്സിലുണ്ടാവും. ഓക്കെ. Yes, the coterie of spoiled friends insisted on him. Semma say insistent verb inde kuda on vene marakkarade. On split illicit and supply illicit drugs. Yes. Typically many Keralites coerce their children to go to temple if they are unwilling to go. പള്ളിയിൽ മാത്രം അല്ല, അമ്പലത്തിലും ഉണ്ടെന്ന് പറയുന്നു, അല്ലേ? കൊള്ളാം. Political party leaders as well as members consistently work to spread lot towards other political parties. Yes. വൊക്കാബുലറി ഒക്കെ എങ്ങനെ ഓർത്തിരിക്കുന്നു? അതങ്ങനെയൊന്നുമില്ല അഞ്ജലി. നമ്മൾ വൊക്കാബുലറി പഠിക്കാൻ ഒരേ ഒരു ഷോർട്ട് കട്ടേ ഉള്ളൂ. എന്താ ഷോർട്ട് കട്ട്? ഡെയിലി പഠിക്കുക, ഡെയിലി യൂസ് ചെയ്യുക, ഡെയിലി സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുക. ഇവിടെ ഉള്ളവരെല്ലാവരും ഡെയിലി വരുന്നവരാണ്. അതാ ഞാൻ പറഞ്ഞത് വെൽക്കം ടു ദ ക്ലബ് എന്ന്. എന്നും വന്ന് എന്നും ചെയ്യണം. വൊക്കാബുലറി പഠിക്കാൻ വേറൊരു പോം വഴിയില്ല, ഒറ്റമൂലിയൊന്നുമില്ല. നമുക്ക് ഒരേ ഒരു കാര്യമുള്ളൂ, റിഗ്രസ് ആയ പ്രാക്ടീസ്. ഡു ഇറ്റ് റിപ്പീറ്റഡ്ലി. അത്രേ. ഡെയിലി വാ, അത് ഇഷ്ടപ്പെട്ട് സ്നേഹത്തോടെ അത് സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് ഒരു രസത്തിൽ പഠിക്കും. അങ്ങനെ പഠിച്ചാൽ മാത്രമേ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യും. അതുകൊണ്ട് ഞാൻ എഡിറ്റോറിയൽ വാ എന്ന് എല്ലാവരോടും പറയുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ഇത് സ്വന്തമായിട്ട് വായിച്ച് ബോറടിച്ച് ഇംഗ്ലീഷ് വെറുത്ത് പഠിച്ചാൽ എന്ത് ഓർത്തിരിക്കാനാ? യു വിൽ നെവർ. അതുകൊണ്ടാണ് ദ കോട്ടർ ഇൻ ദ കോൺഗ്രസ് പാർട്ടി G23 demands a party president from outside the Gandhi family. That's great. Governor fostered many questions regarding the appointment of Priya Varghese. Yes. മിസ്, ഹിന്ദു എഡിറ്റോറിയൽ ഓൺലൈനായിട്ട് വായിക്കാൻ പറ്റുമോ? പറ്റും. ഹിന്ദു ന്യൂസ് പേപ്പർ മൊത്തത്തിൽ എഡിറ്റോറിയൽ ഓൺലൈനായിട്ട് വായിക്കാൻ പറ്റുമല്ലേ? ടേക്ക് യു ടൈം ആൻഡ് അത് പർച്ചേസ് ചെയ്തോ. ഇപ്പോൾ ഓഫറുണ്ട് കേട്ടോ, പൂജയുടെ ഓഫറുണ്ട്. എനിക്കൊന്ന് 1300 സംതിങ്ങിന് ഒരു വർഷത്തേക്കുള്ള പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. എമ്മല്ലേ? ഓക്കെ, ഒരു വർഷത്തേക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നീ ഒന്ന് നോക്കിയാൽ മതി, ഹിന്ദുയുടെ സൈറ്റിലെടുത്ത് നോക്കിയാൽ മതി. ഇഫ് യു നോട്ട് ഇൻട്രസ്റ്റ്, പിന്നെ ആപ്പും ഉണ്ട് അവിടെ. If you're not interested with our consensus, you will have to face very tough consequences. കൊള്ളാ ശരത്തെ. കുണ്ടായിസോ, പേടിപ്പിക്കുവാണോ? The interlocutor fostered both parties to come into a consensus from their loth decisions. Reluctant decisions. Okay. Peaky Blinders were a nasty coterie who once ruled the streets of Birmingham. Yes. Her victory fosters her to create a charismatic coterie for fulfilling all the needs of the political party. യെസ്. ആര്യ, യെസ് ഇറ്റ് ഇസ്, അല്ലേ? എവിടെയായിരുന്നു ആര്യ? ഇപ്പോൾ 2 ദിവസമായിട്ട് കാണുന്നില്ലല്ലോ.
Foster joined in the laughter. Foster joined in the laughter? ഫോസ്റ്റർ ടു എൻകറേജ് ടു ജോയിൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അവിടെ ഫോസ്റ്റർ എന്ന് പറഞ്ഞ നൗൺ ആയിട്ടാണല്ലോ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഗോപിക. ദാറ്റ്സ് നോട്ട് റോങ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഷീ ഫോസ്റ്റേർഡ് മീ ടു ജോയിൻ. ഇങ്ങനെ കൊടുത്താൽ ഷീ ഫോസ്റ്റേർഡ് മീ ടു ജോയിൻ ഇൻ ദ ലാഫ്റ്റർ എന്നോ അങ്ങനെ കൊടുത്താൽ ഇറ്റ്സ് ഓക്കെ. ഓർ അങ്ങനെ കൊടുക്കുക. യെസ്, ദ കൺസെൻസസ് വാസ് ഡ്യൂലി സൈൻ ടു ദി എൻഡ് ദ ടസൽ ബിറ്റ്വീൻ ദം. ദാറ്റ്സ് ഗ്രേറ്റ്. ദ കോൺഗ്രസ് പാർട്ടി മസ്റ്റ് കം ടു എ കോമൺ കൺസെൻസസ് ടു കണ്ടക്ട് ദി ഇലക്ഷൻ ഇൻ എ ഫെയർ മാനർ. അതർവൈസ് ഇറ്റ് ഈസ് സർട്ടൻ ദാറ്റ് ദ പാർട്ടി വിൽ ഹാവ് ടു റൈറ്റ് ഇറ്റ്സ് ഓൺ എപ്പിറ്റാഫ് soon. That is great. Moving to the next set. And the final set, people, statutory. Statute. ഓർമ്മയുണ്ടോ? സ്റ്റാറ്റ്യൂട്ട് എന്ന് ഞാൻ പറഞ്ഞു തരാറുണ്ട് നിങ്ങളോട്. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ലോ, കാനൂൻ, കാനൻ പറയില്ലേ, സ്റ്റാറ്റ്യൂട്ട്. സ്റ്റാച്യു അല്ല, സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞ നൗണ്. അർത്ഥം എന്താ? ലോ എന്നർത്ഥം. സ്റ്റാച്യു അല്ല, സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ലോ, നൗൺ. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ലോഫുൾ, നിയമപരമായിട്ടുള്ള, ലീഗൽ, റിക്വയർഡ്, പെർമിറ്റഡ്, കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നർത്ഥം. ഓർത്തോണേ, ഈ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ലീഗൽ, പെർമിറ്റഡ് എന്നൊക്കെയാണ്. റിക്വയർഡ്, ലീഗൽ, ലോഫുൾ എന്നൊക്കെ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഇത് കുറിച്ചുകൂടെ ഇവിടെ പറഞ്ഞെന്ന് മാത്രം, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. റിലേറ്റഡ് വേർഡ്സും പഠിച്ച് പോകണം. സ്റ്റാറ്റ്യൂട്ടാണ് നൗണ് കേട്ടോ, ഓർത്തോ. സ്റ്റാച്യു ഇസ് ഐഡൽ എന്ന് പറയുന്ന സാധനം. അടുത്ത മാൻഡേറ്റ്, നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കാം. എന്താ മാൻഡേറ്റ്? ഡിറക്റ്റീവ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ അല്ലേ? ഗവൺമെന്റിന്റെ ഡിറക്റ്റീവ് അനുസരിച്ച്, ഗവൺമെന്റിന്റെ മാൻഡേറ്റ് അനുസരിച്ച്, ഗവൺമെന്റ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച്. ഓക്കെ. അല്ലെങ്കിൽ അതോറിറ്റി ഓർ അപ്രൂവൽ അല്ലേ? ഈ സാധനത്തിന്റെ വേർബാണ് അപ്രൂവ് ചെയ്യുക, ഓതറൈസ് ചെയ്യുക, മാൻഡേറ്റ് ചെയ്യുക. ഗവൺമെന്റ് മാൻഡേറ്റഡ് എന്നൊക്കെ പറഞ്ഞൊരു കാര്യം പറയില്ലേ, വേർബായിട്ട് പറയും. ദാറ്റ്സ് ഇറ്റ്. അടുത്ത സബ്സ്റ്റാൻറ്റീവ്. എന്താണ് സബ്സ്റ്റാൻറ്റീവ്? സബ്സ്റ്റാൻറ്റീവ് എന്ന് പറഞ്ഞാൽ കാണത്തക്ക എന്തെങ്കിലും ഉണ്ട്, കൺസിഡറബിൾ ആയിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ആക്ച്വൽ ആയിട്ട് എന്തോ ഉണ്ട്. സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ്. ഷോ മീ സം സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ്. എവിഡൻസ് കാണിക്കുക. ഐ നീഡ് പ്രൂഫ്, ഐ നീഡ് സബ്സ്റ്റാൻറ്റീവ് പ്രൂഫ്. കാണത്തക്ക, പറയത്തക്ക, അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ആക്ച്വൽ ആയിട്ടുള്ള എവിഡൻസ് എന്തെങ്കിലും വേണം, പ്രൂഫ് എന്തെങ്കിലും വേണം. സബ്സ്റ്റാൻറ്റീവ് എന്നർത്ഥം. കൺസിഡറബിൾ, ഇമ്പോർട്ടൻറ്റ്, ആക്ച്വൽ അഡ്ജക്റ്റീവ് ആണ്. സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ കാണത്തക്കായിട്ട് എന്തെങ്കിലും വേണമെന്ന് പറയില്ലേ, ആ സാധനം, അതിൻ്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ് സബ്സ്റ്റാൻറ്റീവ് കേട്ടോ. അടുത്തത് എഡിക്റ്റ്. എഡിറ്റ് അല്ലേ മാറിപ്പോരുത്. എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, മൂവി എഡിറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ അറിയാലോ. എഡിറ്റ് ചെയ്യുക, എഡിറ്റ് ഇസ് വോട്ട്. നമ്മളെന്താ പറയുക, എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ഡിലീറ്റ് ചെയ്യുക വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒന്ന് മൊത്തത്തിലൊന്ന് നമുക്ക് അറിയില്ല, എഡിറ്റിംഗ് അറിയാലോ, എഡിറ്റിംഗ്. ദാറ്റ്സ് ഇറ്റ്. പക്ഷേ എഡിറ്റ് അല്ല, എഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി, ഓർഡർ, കമാൻഡ്, മാൻഡേറ്റ്. ഇപ്പോൾ കണ്ടില്ലേ, ഇൻസ്ട്രക്ഷൻ, മാൻഡേറ്റ്, ആ സാധനം എഡിറ്റ്. ഓർത്തോണേ, എഡിറ്റ്. ഓക്കെ. Okay, let me see. My loath is my choice. My loath. My hate അല്ലേ ഉദ്ദേശിച്ചത്. അവിടെ ലോത്ത് എന്ന് പറയുന്നത് ഏത് ലോത്താ? അവിടെ മൈ ലോത്ത് നേച്ചർ എന്ന് കൊടുത്തോ. അഡ്ജക്റ്റീവ് ആണല്ലോ അവിടെ. അപ്പോൾ LOATH അഡ്ജക്റ്റീവ് മാത്രമാണ്. അപ്പോൾ അതിനെന്ത് കൊടുക്കണം അഭിനയം? മൈ ലോത്ത് ഡിസിഷൻ ഈസ് മൈ ചോയ്സ്. മൈ അൺവില്ലിംഗ് ഡിസിഷൻ ഈസ് മൈ ചോയ്സ് എന്ന് കൊടുക്കുക. The legends haven't paid much attention to their families since families are troublesome to them. ശരത്തെ കൊള്ളാം. National Women Commission of India is a statutory body. Yes. Statutory warning of smoking should be played before movies. അല്ലേ? പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അല്ലേ? ആനന്ദ. Mesmerizing encouragement from the crowd makes us. വിനു, ആ മെസ്മറൈസിങ് എൻകറേജ്മെന്റ് ആണ് ഇവിടുത്തെ നൗൺ. അപ്പം മേക്സ് കൊടുക്കുക. മേക്സ് us feel super. Yes, while we playing അല്ല, while we are playing the final match. യൂസേജ് ശരിയാ അവിടെ, അത് സംഭവം ഉപയോഗമൊക്കെ കറക്റ്റാ. പക്ഷെ നീ എന്ത് ചോദിക്കണം എന്നറിയോ, അവിടുത്തെ വെർബൽ യൂസേജ് എല്ലാം തെറ്റിപ്പോയി. മേക്സ് കൊടുക്കണം, സബ്ജക്റ്റിന് മേക്സ് കൊടുക്കുക, വെർബ് മേക്സ് സിംഗുലർ കൊടുക്കുക സബ്ജക്റ്റ് അനുസരിച്ച്. ആൻഡ് വൈൽ വി ആർ പ്ലേയിങ് കൊടുക്കണം, അപ്പോഴും സെറ്റ് ആവും. ഓക്കെ അല്ലേ? ഹി വാസ് അൺകോൺഷ്യസ് when the statutory declaration came up with. Okay, the superior shall provide mandatory instruction to the subordinates for upcoming projects. That's great. The little girl was loath to leave her mother. That is great, Gopika. A statutory warning is given to all the children who use drugs. Okay, the RTI Act 2005 led to the formation of Information Commission, which is a statutory body. That's great. Finally, project work starts ചെയ്തു. ബിസിയാണ്. ഓക്കെ ആര്യ, ശരി നടക്കട്ടെ, ഉഷാറായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ. Sometimes statutory provisions should not follow consensus. Okay, the edict by the Honorable Court mandated substantive evidence. That's great. Everyone believed that he was the culprit of the murder case
but there was no substantial evidence against him. All right. If you're interested in taking NEET exam, you have to obey some mandatory rules described by them. Yes, that's satyam. Royal mandates must be obeyed. All right, Gopika. Moving on, people. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, വൊക്കാബുലറി ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇട്ടേ നമുക്ക് വേഗം ആർട്ടിക്കിളിലോട്ട് പോകാം. അതുപോലെ തന്നെ 68 പേര് ലൈവിലുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇട്ടേ. ഓക്കെ നന്ദീഷ, ബൈ. അപ്പോൾ ടേക്ക് കെയർ, ഹാവ് എ വണ്ടർഫുൾ ഡേ നന്ദീഷന്. ബാക്കിയുള്ളവരൊക്കെ റിമെയിൻ ഹിയർ. നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോകാം. ആർട്ടിക്കിളിലോട്ട് പോകുന്നതിന് മുമ്പ് വൊക്കാബുലറി മനസ്സിലായെങ്കിൽ തംസ് അപ്പ്, ആൻഡ് വൊക്കാബുലറിക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ട് വെച്ചേ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ SSC CGL നോട്ടിഫിക്കേഷൻ വന്നവരെ അറിയാം, പുതിയ പാറ്റേണോടെ. ഇനി Tier 1 Tier 2 മാത്രമേ ഉള്ളൂ. നമുക്ക് വലിയ കടമ്പകളില്ല, 4 കടമ്പകൾ ചാടിക്കിടക്കേണ്ട KK ജോസഫിന് ഇനി അത് ഓർക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം October 10. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വരെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാനുണ്ട്. GA ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം സെക്കൻഡ് ടിയറിലും നമുക്ക് GA ഉണ്ട് അല്ലേ, ജനറൽ അവയർനെസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സ് ഫീ 2260 രൂപ വരുന്നുള്ളൂ. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം, ഉഷാറായിട്ട് ജോയിൻ ചെയ്യും. ഇത്രയും ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള വലിയൊരു ഗുണമുള്ള കാര്യമാണ്. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. കമൻ ജോയിൻ എസ് ലൈവ്. അതുപോലെ നിങ്ങൾക്ക് SSCയുടെ മാത്ത് പാടാണെങ്കിൽ അഡ്വാൻസ് മാത്തിൻ്റെ ക്ലാസ്സുകളുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് മിസ് ലീഡ് ചെയ്യുന്ന ക്ലാസ് ഉണ്ട്. Y314 എന്ന കോഡ് ഉപയോഗിച്ച് ക്ലാസ് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകാം. മാനേജിങ് സ്പോർട്സ് മാനേജ് ചെയ്യുന്നതിനെ പറ്റിയല്ലേ ഇന്നത്തെ ആർട്ടിക്കിൾ. അപ്പോൾ നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേറ്റേഴ്സ് സീംസ് റിലക്റ്റന്റ്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് അത്ര ഇതല്ല, ദേ ആർ അൺവില്ലിംഗ് ടു അക്സെപ്റ്റ്. അവർ റെഡി അല്ല ടു അക്സെപ്റ്റ് ദ നാഷണൽ സ്പോർട്സ് കോഡ്. അപ്പോൾ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് പ്രശ്നക്കാർ. സ്പോർട്സിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എപ്പോഴും പ്രശ്നക്കാർ. നമ്മൾ മൂവിയിലൊക്കെ ആണല്ലേ സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്രശ്നക്കാരാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് നോക്കാം കേട്ടോ. അതിന് മുമ്പ് നിങ്ങളുടെ സെൻസ് രണ്ടെണ്ണം വന്നിട്ടുണ്ടല്ലോ, നോക്കട്ടെ. യെസ് എന്താണ് മോനെ, നോക്കട്ടെ. പൊളിറ്റിക്കൽ പാർട്ടി ഷുഡ് ബി സബ്സ്റ്റാൻറ്റീവ് ഇൻ ദെയർ പ്രോഗ്രാംസ് ടു അട്രാക്ട് യൂത്ത് ഇൻ ദെയർ പാർട്ടീസ്. ഓക്കെ, സബ്സ്റ്റാൻറ്റീവ് amount of my time and money is spent on watching movies. ഞാനും അങ്ങനെയാണ് വിശ്വരാജൻ, നീ ധൈര്യമായിട്ടിരിക്കുക. അത് നമ്മുടെ ഒരു രസമല്ലേ ലൈഫിൽ. ദ പ്രിൻസിപ്പൽ എഡിക്റ്റഡ് പറയില്ല ഇർഫാന. എഡിക്റ്റ് നൗണാ, വെർബല്ല. എഡിക്റ്റഡ് പറയില്ല കേട്ടോ. കമാൻഡഡ് ടു ദ സ്റ്റുഡൻസ്, ഇൻസ്ട്രക്റ്റഡ് ദ സ്റ്റുഡൻസ് ടു ഗോ ടു ദെയർ ക്ലാസ്സസ് തന്നെ കൊടുക്കണം കേട്ടോ. Mandatory laws compel us to obey the provisions, otherwise we will face the prosecution. Okay, the court has mandated the request of the investigative agency to continue the probe for 2 more weeks for finding substantive evidences. Okay, substantive evidence is required to prove the case in front of the statutory body. Okay, it is mandatory to pursue the statute. Okay. What's the difference between substantive and substantial? Substantial എന്ന് പറയത്തക്ക രണ്ടും ഏറെക്കുറെ സിമിലറാ. substantive and substantial കുഴപ്പമൊന്നുമില്ല, രണ്ടും ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ രശ്മി. ഹൗ ദ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് പ്രൂവ്ഡ് ബിഫോർ ദി പ്രൂവ്ഡ് അല്ല, ഹൗ ഇസ് ദി സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് പ്രൂവ്ഡ് എന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ആവാം. ഇപ്പോൾ നമുക്ക് ആർട്ടിക്കിളോട്ട് പോയാലോ? ഓക്കെ അല്ലേ? പോവാണ് നമ്മൾ ആർട്ടിക്കിൾ. വെൻ സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് മേക്സ് ന്യൂസ് ഇറ്റ് ഈസ് ഓഫൺ നോട്ട് ഫോർ റൈറ്റ് റീസൺസ് അല്ലേ. സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ന്യൂസ് ഉണ്ടാക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ റൈറ്റ് റീസൺസ്. ശരിക്കും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. These past few months, India's sports administrators have been in the news far too frequently. Rarely does a day end before one of them is pulled up by the court, another is forced to resign, or yet another stakes claims to a post. In the latest instance, the sports official to hit the headlines has been Anil Khanna, who resigned on Wednesday as the acting president of the Indian Olympic Association, IOA. He had assumed charge after Narendra Batra was forced to quit in July. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മുടെ സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ന്യൂസ് ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് കാര്യമുള്ള കാര്യത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല. പക്ഷേ നമ്മുടെ ഈയിടെയായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ സ്പോർട്സിൽ എൻ്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ പറ്റി ഒരുപാട് ന്യൂസ് ഇങ്ങനെ വരുന്നു. ന്യൂസിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കണം അവരെ പറ്റി, സ്പോർട്സിനെ പറ്റിയുള്ളത് കാര്യങ്ങൾ ന്യൂസിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണല്ലേ അത് നോക്കാം. ചിലപ്പോൾ എന്തായിരിക്കും, ചില ഇന്ത്യൻ സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് കുറച്ച് നാളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ റെയർലി ഡസ് എ ഡേ എൻഡ്, റെയർലി ഡസ് എ ഡേ. ഇവിടെ നോക്കി ഇൻവേർഷൻ കണ്ടോ, റെയർലി നെഗറ്റീവ് അഡ്വേർബ് ആണ്. ഈ നെഗറ്റീവ് അഡ്വേർബ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് വരണം, റൂൾ ഓഫ് ഇൻവേർഷൻ പാലിക്കണം. ഓർമ്മയുണ്ടോ? ഡസ് ഓക്സിലറി വേർബ്, സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് മെയിൻ വേർബ്. റൂൾ ഓഫ് ഇൻവേർഷൻ. പിള്ളേരെ, റൂൾ ഓഫ് ഇൻവേർഷന്റെ യൂസേജ് ഇവിടെ കാണുന്നുണ്ടോ നോക്കിക്കേ. ഓക്കെ, അപ്പോൾ ഒരു ദിവസവും കടന്നു പോകാറില്ല ബിഫോർ വൺ ഈസ് പുൾഡ് അപ്പ്. ഒരാൾ എൻഡ് ചെയ്യപ്പെടുന്നു അല്ലേ, ഒരാൾ എൻഡ് ചെയ്യപ്പെടുന്നു, സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു. കോർട്ട് അവരെ സ്റ്റോപ്പ് ചെയ്യുന്നു ഒന്നെങ്കിൽ, അല്ലെ ചിലർ വേർ ഫോഴ്സ് ടു റിസൈൻ,
ഒന്നെങ്കിൽ ചിലരൊക്കെ ഫോഴ്സ് ടു റിസൈൻ ആണ്, ചിലരെന്താവണം ക്ലെയിം, ഈ ഒരു ക്ലെയിം എടുക്കുവാണ് ടു ദ പോസ്റ്റ്, അതിനുവേണ്ടി ക്ലെയിം എടുക്കും, ചാർജ് എടുക്കുന്നു, അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള ദിവസങ്ങൾ എന്നും ന്യൂസിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് ഇവർ. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ഇൻസിഡൻസ് നമ്മൾ കണ്ടാൽ ഹെഡ്ലൈൻ ഹിറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ അനിൽ ഖന്നയെ പറ്റിയാണ്. അപ്പോൾ അനിൽ ഖന്ന എന്താ പറ്റിയത്? അനിൽ ഖന്ന ആരായിരുന്നു? പുള്ളി റിസൈൻ ചെയ്തു വെൻസ്ഡേ. അതാണ് പുള്ളി ആക്ടിംഗ് പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന അനിൽ ഖന്ന എന്ത് ചെയ്തു? അവിടുന്ന് റിസൈൻ ചെയ്തു. അതായിരുന്നു വെൻസ്ഡേ റിസൈൻ ചെയ്തു. അതായിരുന്നു ഇവിടുത്തെ ഇപ്പം ഹെഡ്ലൈനിൽ തിളങ്ങി നിന്ന ന്യൂസ്. റിസിഗ്നേഷൻ ഓഫ് അനിൽ ഖന്ന വെൻസ്ഡേ അതായിരുന്നു. പിന്നെ ഇയാൾ ആര് കഴിഞ്ഞിട്ടാ ചാർജ് എടുത്തത്? നരീന്ദർ ബത്ര എന്ന പുള്ളിക്കാരൻ്റെ ആയിരുന്നു ഇവിടുത്തെ ചാർജിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അയാൾക്ക് ശേഷം ഇയാളായിരുന്നു ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് ഇന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇയാൾ വെൻസ്ഡേ ചെയ്തു. അപ്പോൾ ഈ നരേന്ദ്ര ബത്ര എന്ന് പറയുന്ന പുള്ളിക്കാരൻ നമ്മുടെ ജൂലൈയിൽ ചാർജിൽ നിന്ന് ക്വിറ്റ് ചെയ്തായിരുന്നു. പുള്ളിക്കാരൻ ക്വിറ്റ് ചെയ്തപ്പോഴാണ് നമ്മുടെ അനിൽ ഖന്ന ഏറ്റെടുത്തു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട്. പ്രസിഡന്റ് ആയിരുന്നു നരേന്ദ്ര ബത്ര മാറിക്കഴിഞ്ഞപ്പോൾ. എന്നിട്ട് നമുക്ക് നോക്കാം വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ള. ഓക്കെ, നോക്കാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യെസ്. ദ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOC ഹാസ് മെയ്ഡ് ഇറ്റ് ക്ലിയർ ദാറ്റ് ഇറ്റ് വുഡ് നോട്ട് recognize any acting or interim president of the IOA. The IOC is not pleased that the long pending elections to the IOA has not been held and has even threatened India with serious consequences. The IOC could ban India if the elections are not held by December. Then Indian athletes would not be able to represent the country in events including the Olympic Games, and India would not be able to receive funds from the IOC. Only a month ago, the Gokulam Kerala football team found what happens when such a ban is enforced. അപ്പോൾ കഴിഞ്ഞ ഇത്ര കാലമായിട്ടുള്ളൂ, നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഗോകുലം കേരള ഫുട്ബോൾ ടീമിനെ കണ്ടായിരുന്നല്ലോ, അവരുടെ അവസ്ഥ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ദ പ്ലേയേഴ്സ് ഹാഡ് ടു റിട്ടേൺ ഫ്രം ഉസ്ബെക്കിസ്ഥാൻ. ഇതിൽ പങ്കെടുക്കാൻ പറ്റാതെ അവർ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഓർക്കണേ, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പറഞ്ഞു, എന്ത് പറഞ്ഞു? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പറഞ്ഞു, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു, അവർ ഒരു രീതിയിലുള്ള ആക്ടിംഗ് അല്ലെങ്കിൽ ഇന്ററിം പ്രസിഡന്റ് ഓഫ് IOA അംഗീകരിക്കത്തില്ല. അതായത് വേഗം ഒരു പ്രസിഡന്റ് വരട്ടെ, ചാർജിൽ വരട്ടെ, ഞങ്ങൾ ഒരിക്കലും ഒരു ആക്ടിംഗ് ഇന്ററിം അല്ലെങ്കിൽ ഇന്ററിം പ്രസിഡന്റിനെ ഞങ്ങൾ അംഗീകരിക്കത്തില്ല. IOAയുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ഒരു ഇതിനെയും ഞങ്ങൾ ഇന്ററിം പ്രസിഡൻസിനെ ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കുറേ നാളായി അവർ ദേ ആർ നോട്ട് പ്ലീസ്, ഈ ലോങ് പെൻഡിങ് ഇലക്ഷൻസ് കുറേ നാളായി പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇതിങ്ങനെ നടത്താതിരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല അവർ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോൺസിക്വൻസസ് അല്ലേ, ഇതിന്റെ അനന്തരഫലം കുറച്ച് കൂടുതലായിരിക്കും, നിങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, കുറച്ച് ഉഷാറായിക്കേ, വേഗം ഇലക്ഷൻ കണ്ടക്ട് ചെയ്തേ എന്നൊക്കെ പറയാണ്. കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് ഡിസംബറിനുള്ളിൽ ഇവർ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തില്ലെങ്കിൽ ഇന്ത്യയെ ബാൻ ചെയ്യാം. ഇന്ത്യ ബാൻ ചെയ്യാൻ IOCക്ക് പറ്റും. IOCക്ക് ഇന്ത്യയെ ബാൻ ചെയ്യാൻ പറ്റും ഇഫ് ദ ഇലക്ഷൻ ഇസ് നോട്ട് ഹെൽഡ് ബൈ ഡിസംബർ ആകുമ്പോഴേക്കും ഇലക്ഷൻ കണ്ടക്ട് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഇന്ത്യയെ ബാൻ ചെയ്യും. ഇന്ത്യ ബാൻ ചെയ്ത അവസ്ഥ ഇന്നു മുതലല്ല നമ്മൾ കാണുന്നത്. അങ്ങനെ പോയാൽ ഇന്ത്യക്ക് ഒരു ഇതിലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല, ഒരു ഇവന്റ്സിൽ പറ്റില്ല. അതിപ്പോൾ ഒളിമ്പിക് ഗെയിംസിലും ഇന്ത്യക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര അത്ലീറ്റ്സിനാണ് അവിടെ അവസരം നഷ്ടമാവുക എന്ന് പറയുന്നത് അല്ലേ? മാത്രമല്ല ഈ പറഞ്ഞ IOCയുടെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഫണ്ടും കിട്ടില്ല. ഫണ്ടിങ് കിട്ടാതിരുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെയും പണിപാളിയില്ലേ? അതാണ് കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ കണ്ട് ഗോകുലം കേരള ഫുട്ബോൾ ടീമിനെ ബാൻ ചെയ്തായിരുന്നു അല്ലേ? അങ്ങനെ ഒരു ബാൻ വന്നിട്ട് എന്താ സംഭവിക്കുക? അവർ ഉസ്ബെക്കിസ്ഥാനിൽ തിരിച്ചു പോരേണ്ടി വന്നു പ്ലേയേഴ്സ്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ? പ്ലേയേഴ്സ് കഷ്ടപ്പെട്ട് അവിടം വരെ പോയിട്ട് ഇവരുടെ ഇത്രയും കാലത്തെ കഷ്ടപ്പാടല്ലേ, പേഴ്സിവറൻസ് അല്ലേ, അതൊക്കെ അതിൻ്റെ ഹാർഡ് വർക്ക്, അതൊക്കെ വെറുതെ വെള്ളത്തിലായി വരച്ചൊരു വര പോലെ ആയിപ്പോയി എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല നമുക്കൊന്നും, ആണല്ലോ. അതൊക്കെ വളരെ ഒരു മോശമായ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരും ബാൻ നടക്കാൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഒന്നുകൂടി ഉഷാറാവണം. അല്ലാതെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ അതിൽ നിന്ന് എടുക്കും. അതാണ് ഫിഫ. അത് തന്നെ ഫിഫയുടെ ആ സിറ്റുവേഷനോട് തന്നെ അവിടെ എന്താ പറ്റുന്നത് നോക്കിക്കേ. ഈ ഒരു അവസ്ഥയിൽ they had gone to take part in AFC Women's Club Championship. That was because of World Football Body FIFA had banned All India Football Federation AIFF. കഴിഞ്ഞ തവണ നമ്മളിത് പഠിച്ചു അല്ലെ? ഇതിന്റെ ഇഷ്യൂ വളരെ സീരിയസ് ആണ്. അതുകൊണ്ടാണ് ഇത് വീണ്ടും വന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ ഒന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോണം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർട്ടിക്കിളാണ് ഇത്. ഇങ്ങനത്തെ സ്പോർട്ടിൽ ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത എക്സാമുകളിൽ റീഡിംഗ് കോമ്പറ്റീഷൻ ആയിട്ടോ എങ്ങനെയൊക്കെ ഇത് വരും, ഇത് വരും. അപ്പോൾ ഒന്ന് ആലോചിക്കേ, ഈ AFC വിമൻസ് ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ ഇവർക്ക് പങ്കെടുക്കാൻ പറ്റാതെ പോയി. എന്തുകൊണ്ടാണ്? കാര്യം എന്താ വെച്ചാൽ അവരെ ഗോകുലൻ ഇതിനെ അവർ എന്ത് ചെയ്തു?
അവർക്ക് ആ ക്ലബിന് പങ്കെടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഗവർണിംഗ് ബോഡി ഫിഫ ബാൻ ചെയ്തു ഇന്ത്യയുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ ബാൻ ചെയ്തുകൊണ്ട്, AIF ബാൻ ചെയ്തത് കൊണ്ട് എന്ത് പറ്റിയില്ല, അവർക്ക് അവിടെ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതേപോലെയാണ് ഇവിടെ നടക്കാൻ പോകുന്ന ഒളിമ്പിക്സ്. IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിക്ക് വേണമെങ്കിൽ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനെ ബാൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഫണ്ടിങ്ങും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ പ്രശ്നമാവും. അതുപോലെ തന്നെ നമുക്ക് എവിടെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒളിമ്പിക് അതോറിറ്റീസ് കാരണം ഇവിടെയുള്ള സാധാരണ നമ്മുടെ പാർട്ടിസിപ്പൻസിന് ആർക്കും അത്ലീറ്റ്സിനൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അത് വലിയൊരു പ്രശ്നമാണ് വരാൻ വന്നത്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ഹേർഡൽ ഫോർ ദ പീപ്പിൾ. അവിടെ നോക്കാം, ദ അത്ലീറ്റ്സ്. The ban has since been lifted and the AIFF has conducted its selection. But there are other sports such as hockey and table tennis that continue to be run by the court-appointed committees of administrators. The main reason behind the messy state of affairs in India's sports administration at the moment is the reluctance of the officials across sports bodies to accept the National Sports Development Code of India introduced by the ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? കുറച്ച് തലപ്പത്തിരിക്കുന്നവന്മാർ സ്പോർട്സ് ഡെവലപ്മെന്റ് കോഡ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം നടക്കുന്നത്. ഇവരാണ് കാര്യം, ഇവന്മാരാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതായത് ഈ AIF ബാന് ലിഫ്റ്റ് ചെയ്തു, അങ്ങനെ അവർ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്തു, അപ്പോഴാണ് പ്രശ്നം സോൾവ് ആയത് അല്ലേ? എന്നാൽ ഇപ്പോഴും കുറേ ഏരിയയിൽ, കുറേ ഭാഗത്ത് ഈ പറയുന്ന സ്പോർട്സിൽ, അതായത് ഹോക്കി എടുത്തു നോക്ക്, ടേബിൾ ടെന്നീസ് എടുത്തോ, ഇവിടെ ഒന്നും എന്തായിട്ടില്ല. ഇപ്പോഴും ആരാ അവിടെ നടക്കുന്നത്? അത് റൺ ചെയ്യുന്ന ആരാ? ഇലക്ട് ചെയ്യുന്ന ആൾക്കാരാണോ? അല്ല, കോർട്ട് അപ്പോയിന്റ് ചെയ്തേക്കുന്ന കമ്മിറ്റീസാണ് ഇവർ റൺ ചെയ്യുന്നത്. അവരാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. അതാണ് തേർഡ് പാർട്ടി വരാൻ പാടില്ല എന്ന് കൃത്യമായിട്ടും ഫിഫ പറഞ്ഞ ഓർമ്മയുണ്ട്. ഒരു തേർഡ് പാർട്ടി വേണമെന്ന് പറഞ്ഞാൽ കോർട്ടൊക്കെ ഇടപെട്ട് പ്രശ്നത്തിനെ സോൾവ് ആക്കി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. എന്നാൽ ഇവിടുത്തെ മെയിൻ റീസൺ എന്താണെന്നറിയോ? ഈ മെസ്സി സ്റ്റേറ്റ് ഓഫ് ഒരു വല്ലാത്തൊരു ഊരാ കൊടുക്കുക, ഇവിടെ ഒരു കുളമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ ഇന്ത്യൻ സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ്റെ. കാരണം വെച്ചാൽ ഇവിടുത്തെ ഒഫീഷ്യൽസിന് എന്നാ പറ്റില്ല, ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഇവിടുത്തെ ഒഫീഷ്യൽസിന്റെ നാഷണൽ സ്പോർട്സ് ഡെവലപ്മെന്റ് കോഡ്, ഇന്ത്യയുടെ നാഷണൽ സ്പോർട്സ് ഡെവലപ്മെന്റ് കോഡ് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, റിലക്റ്റൻ്റ് ആണ് അവർ. അതുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്ന ഇന്ത്യയിൽ മാത്രം ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരം പ്രശ്നം വരുമ്പോൾ ഇന്ത്യയുടെ അത്ലീറ്റ്സിനെയാണ് ബാധിക്കുന്നത്. ഇവരുടെ ഗർവും ഇവരുടെ അധികാരഭ്രമവും നമ്മളെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഇൻ 2011 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നാഷണൽ സ്പോർട്സ് കോഡ്. അതിനെയാണ് ഇവർ എന്ത് ചെയ്യാത്ത ആക്സെപ്റ്റ് ചെയ്യാത്തത്. അവരുടെ ഇന്റൻഷൻ വാസ് നോബിൾ, വളരെ നോബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇന്റൻഷൻ അവർ കൊണ്ടുവന്നത് കേട്ടോ. ബൈ പുട്ടിംഗ് ദ ലിമിറ്റ് ടു ദ ടെന്യൂർ ആൻഡ് ഏജ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റർ, ഇറ്റ് ഹാഡ് ദ പൊട്ടൻഷ്യൽ ടു സ്റ്റോപ്പ് സ്പോർട്സ് ഫെഡറേഷൻ ഫ്രം റിമൈനിങ് ആസ് എ പേഴ്സണൽ fiefdoms of a few, many of them politicians. At a time when Indian sport is showing more promise than it ever did before, the Tokyo Olympics, the Birmingham Commonwealth Games, the Thomas Cup and the Chess Olympiad have shown that the country has more to offer than just cricket. The administration needs to get its act together. The incumbent should gracefully make way for new administrators with fresh ideas and also allow more. ഇതാണ് പ്രശ്നം. ഞാൻ പണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടല്ലേ, അധികാര കസേര കിട്ടിയ അധികാര ബ്രഹ്മമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടോ? പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതായത് അധികാരം, പവർ, റൂൾ എന്ന് പറഞ്ഞ പവർ എന്ന് പറയുന്ന അധികാരം നമ്മളെ കറപ്റ്റഡ് ആക്കും. അബ്സല്യൂട്ട് പവർ വന്നിട്ടുണ്ടല്ലോ, അല്ലം പോലെ ആക്കിയിട്ട് മുച്ചൂട് മുടിക്കും, നമ്മുടെ നാട് മുച്ചൂട് മുടിക്കും. അതാണ് പ്രശ്നം, അവിടെയാണ് പ്രോബ്ലം. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നമ്മുടെ നാഷണൽ സ്പോർട്സ് കോഡ് എന്തിനു വേണ്ടി സെറ്റപ്പ് ചെയ്തു? 2011 ഒരു ഏജ് ലിമിറ്റ് കൊടുക്കണം. ഈ ടെന്യൂറിനും അതുപോലെ തന്നെ ഏജ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ഒരു ലിമിറ്റ് ഉണ്ട്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ദാസ അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് സ്പോർട്സ് ഫെഡറേഷൻ വെച്ചത്. പക്ഷെ എന്താ ചെയ്യുന്നു ഇവിടെ? എന്നാന്ന് വെച്ചാൽ ഇത് ചില ആൾക്കാരുടെ മാത്രം കുത്തക അവകാശം, മൊണോപ്പൊളി ആയിട്ട് ഇവർ വെച്ചുകൊണ്ടിരിക്കുകയാണ്, പേഴ്സണൽ ഫീൽഡം ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരുടെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ, എസ്പെഷ്യലി അവർ ആരാണ്? പൊളിറ്റീഷ്യൻസ് ആണ്. പിന്നെ പറഞ്ഞിട്ട് വേണോ, അവിടെ ഇരിക്കുന്ന മൊത്തം പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ പിന്നെ കാര്യം കൈവിട്ട് പോയേക്കോ. അവരിതാണ് അധികാരപ്രമ ചെയർ വിട്ട് കൊടുക്കില്ല. ഇത് എൻ്റെ കസേരകളാണല്ലോ അവിടെ. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഇടയായിട്ട് നമ്മൾ കണ്ട ഒരുപാട് മേഖലയുണ്ട്. നമ്മുടെ ടോക്കിയോ ഒളിമ്പിക്സ് കണ്ടപ്പോൾ ഇന്ത്യക്ക് എവിടെയൊക്കെ ശോഭിക്കാൻ പറ്റും നമ്മൾ കണ്ട് ടോക്കിയോ ഒളിമ്പിക്സിലൂടെ കണ്ടല്ലേ. മാത്രമല്ല ബർമിംഗ്ഹാമിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ത്യ എന്ന് പറയുന്നത് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഇതിൽ മാത്രം ചട്ടക്കൂടിൽ ഒതുങ്ങേണ്ടതല്ല. തോമസ് കപ്പിൻ്റെ സമയത്ത് നമ്മൾ കണ്ടു, എവിഡൻ്റ് ആയിട്ട് നമ്മൾ കണ്ടിരുന്നു. അത് മാത്രമല്ല ചെസ് ഒളിമ്പ്യാഡ് നടത്തിയപ്പോൾ, ചെന്നൈയിൽ വെച്ച് ചെസ് ഒളിമ്പ്യാഡ് നടത്തിയപ്പോഴും നമ്മൾ കണ്ടായിരുന്നു ഇന്ത്യ ശോഭിക്കുന്നത് ക്രിക്കറ്റ് എന്നൊരു വെറിയൊരു ഇതിൽ മാത്രമല്ല. ഇറ്റ്സ് നോട്ട് ഇന്ത്യക്ക് ക്രിക്കറ്റ് മാത്രമല്ല, ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങളിൽ ശോഭിക്കാനുണ്ട് അല്ലേ. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്താ നോക്കണേ? ലെറ്റ് ദം ഗെറ്റ് ദർ ആക്ട് ടുഗദർ അല്ലേ. ലെറ്റ് ദം കം ആൻഡ് ഗെറ്റ് ദർ ആക്ട് ടുഗദർ. അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവരുടെ ആക്ട് ഒരുമിച്ച് വരിക, ലെറ്റ് ദം വർക്ക് ടുഗദർ, മര്യാദയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എന്നിട്ട്
ഇൻകംബൻസ്. ഇവിടെ ഓഫീസിലിരിക്കുന്ന ഈ ഭരിക്കുന്നവന്മാർ എന്താ ചിന്തിക്കേണ്ടത്? പുതിയ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വരട്ടെ അല്ലേ, പുതിയ ആൾക്കാർ വരട്ടെ, എന്നിട്ട് അവർ പുതിയ ഫ്രഷ് ഐഡിയാസ് കൊണ്ടുവരട്ടെ, എന്നിട്ട് മുന്നേറട്ടെ, പുതിയ കാര്യങ്ങൾ വരട്ടെ, ഇന്ത്യ മുന്നോട്ട് പോട്ടെ അല്ലേ. ഇന്ത്യയുടെ ഡെവലപ്മെന്റ്, ഇന്ത്യയുടെ സ്പോർട്സ് ഡെവലപ്മെന്റ് വേണം. അതാണ് ഈ പ്രശ്നം. തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് തന്നെയാണ് പ്രശ്നം അല്ലേ. അതാണ് കഴിഞ്ഞ തവണ നമ്മുടെ ഫിഫ കൃത്യമായിട്ട് പറഞ്ഞായിരുന്നല്ലേ, AIFF എന്തുകൊണ്ട് ഞാൻ മാറ്റി? തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് അവിടെ പാടില്ല. കാരണം സ്പോർട്സിൽ പൊളിറ്റിക്സ് വേണ്ട, അതുകൊണ്ട് തന്നെയാണ്. അതിൽ തെറ്റൊന്നും നമുക്ക് പറയാനില്ല. ആൻഡ് പുതിയ ഐഡിയാസ് വരണം ടു അലൗ മോർ ഫോമർ ഇന്റർനാഷണൽ സ്പോർട്സ് പേഴ്സൺസ് ഇൻ കീ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് അല്ലേ. കാര്യം പണ്ട് നമ്മളെപ്പോഴും പറയില്ലേ, ഇന്റർനാഷണൽ സ്പോർട്സിൽ ഉണ്ടായിരുന്ന ആൾക്കാർ വന്നിട്ട് അവർ സ്പോർട്സിനെ പറ്റി വിവരം ഉള്ള ആൾക്കാർ വരട്ടെ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലോട്ട്, എന്നിട്ട് മാറ്റങ്ങൾ വരട്ടെ. അല്ലാതെ ഇപ്പോഴും പൊളിറ്റീഷ്യൻസ് ഞാനാണ് ഭരിക്കുന്നതുകൊണ്ട് ഞാൻ തീരുമാനിക്കാം എന്ത് നടക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഇപ്പോഴും ഇന്ത്യ എപ്പോഴും ആ പഴയ ബാക്ക് ടു സീറോയിലോട്ട് പോകും. ദിസ് ഇസ് പ്യോർലി അനലിറ്റിക്കലായ ആർട്ടിക്കിളാണ്. ക്ലിയർ കട്ടായിട്ട് പറഞ്ഞത് ഒരു അനലിറ്റിക്കൽ ആർട്ടിക്കിൾ സ്പോർട്സ്. ഇത് കൂടെ കൃത്യമായിട്ട് പറയാൻ ഒരു ആർട്ടിക്കിൾ ഇല്ല. എനിക്ക് തോന്നി ഇറ്റ് ഇസ് ക്ലിയർ ടു യു. തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് പാടില്ല എന്ന് തന്നെ ഇവിടെ പറയുന്നു. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. മനസ്സിലാക്കി ഒരു തംസ് അപ്പ് ഇട്ടോ. ലെറ്റ്സ് മൂവ് ടു ദി സ്പോർട്ട് ദ ക്വസ്റ്റ്യൻ പീപ്പിൾ. Court's degree should not have been violated in publicities of political campaigns. Kollam Gurudase, how you proved the substantial evidence before the court? How you proved alla kodukande. Pravi adonnu maattanam. Question varumbo adu angane choikkilla. How did you prove? How did auxiliary verb koduthe? How did you prove the substantial evidence before the court kodukane? Yes. I was perturbed because I can't attend ma'am's class after September 2. That suffered me a lot in my daily activity. Gurudase, കേൾക്കാൻ ഒരു സുഖമുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ബാക്ക് ടു ഇതിലോട്ട് തിരിച്ചു വരാം കേട്ടോ. ബാക്ക് ടു ട്രാക്ക് ആകാം. ഓൾ റൈറ്റ്, മൂവിങ് ഓൺ. അപ്പോൾ നമുക്ക് ഡിഗ്രി പ്രിംസിന്റെ ക്ലാസ്സുകൾ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ചോടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. 1952 വേണം, ഒക്ടോബർ ലാസ്റ്റോടെയാണ് നമ്മുടെ എക്സാം വരാൻ പോകുന്നത്. പഠിക്കാൻ താല്പര്യമുണ്ട് വരെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് പാറ്റേണിൽ ഉള്ള 1500 പരം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എക്സാമിൽ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസോടെ പോയി എഴുതാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ കമ്പനി ബോർഡ് LGSന്റെ ക്ലാസ് ആരംഭിക്കുകയാണ് സെപ്റ്റംബർ 21-ാം തീയതി. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ജോയിൻ ചെയ്യുക. അവസാന മിനിറ്റിലോട്ട് വെച്ചുകൊണ്ടിരിക്കരുത്. കാര്യം ക്ലാസ് മുന്നോട്ട് പോകണം, നമുക്ക് എക്സാം എഴുതിയെടുക്കണം, പഠിക്കണം. മെയിൻസ് കയറുമെന്ന് ഉറപ്പുള്ളവർ ഉറപ്പായിട്ട് വന്ന് ജോയിൻ ചെയ്യുക, പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നലത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ബട്ട് ദർ ഇസ് നോ സർട്ടനിറ്റി ദാറ്റ് a partial mobilization would produce quick results, but it could well trigger a cycle of escalation എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ബട്ടായിരുന്നു ഇത്, ബട്ട് ബൈ അല്ല ബട്ട്, ഞാൻ വിട്ടുപോയല്ലേ മാറ്റാൻ, ബട്ടായിരുന്നു ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ? അവിടെ അത് തന്നെ, ഇവിടെ ബ്രാൻഡുള്ള സ്പോർട്സിനും അക്സെപ്റ്റൻസ് ഉള്ളൂ, അത് സത്യം. അതെ, അത് എന്താണ്, ക്രിക്കറ്റ് മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ. അയ്യോ ക്രിക്കറ്റ് ഇഷ്ടമാണെന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് ക്രിക്കറ്റ് വലിയ ഇഷ്ടമല്ല എന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം എന്തുകൊണ്ടാണ്, പണ്ടൊക്കെ ക്രിക്കറ്റ് നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ ഡാഡിയും അതുപോലെ ചാച്ചനും അതുപോലെ തന്നെ ചേട്ടായൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും, ഞാനിത് കാണുമായിരുന്നു. കാര്യം എന്തുകൊണ്ടാണ്, വീട്ടിലതേ ഉള്ളൂ. പബ്ലിക്കായിട്ട് നമുക്കറിയാവുന്ന കാര്യം, നമുക്ക് സച്ചിനെയും ഗാംഗുലിയെയും അങ്ങനെയുള്ളവരുടെ രാഹുൽ ദ്രാവിഡിനെയൊക്കെ അതേ അറിയത്തുള്ളൂ. ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് സ്പോർട്സ് ഉണ്ട്, നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് ഈ പറയുന്ന കാര്യങ്ങളാണ്. ബട്ടിൻ്റെ ആവശ്യമില്ലാണോ? ബട്ടില്ല, ബട്ട് കട്ട് ചെയ്ത് കളഞ്ഞ ആൻസർ ആവുമോ? ബട്ട് കട്ടില്ലെങ്കിൽ ആവുമോ രശ്മി? ആവോ? ബട്ട് കട്ട് ചെയ്തെല്ലാം പറയോ? അവിടെയും പ്രശ്നമുണ്ട്, അവിടെയും പ്രശ്നമുണ്ട്. ബട്ട് പക്ഷേ ദർ ഇസ് നോ സർട്ടനിറ്റി. ഇവിടെ സർട്ടനിറ്റി ഇല്ല ദാറ്റ് എ പാർഷ്യൽ മൊബിലൈസേഷൻ വിൽ പ്രൊഡ്യൂസ് ക്വിക്ക് റിസൾട്ട്സ്. ഇറ്റ് കുഡ് വെൽ ട്രിഗർ എ സൈക്കിൾ ഓഫ് ബട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല. ആൻഡ് അതുപോലെ തന്നെ അതുകൊണ്ട് കൂടി ആഡ് ചെയ്തൊരു കാര്യം പറയുവാണ്, ആൻഡ് ഇറ്റ് കുഡ് വെൽ ട്രിഗർ എ സൈക്കിൾ ഓഫ് എസ്കലേഷൻ. ഇവിടെ ഒരു ഉറപ്പുമില്ല നമുക്ക് പാർഷ്യൽ മൊബിലൈസേഷൻ ഒരു ക്വിക്ക് റിസൾട്ട്സ് കൊണ്ടുവരുമെന്നും അതുപോലെ ഒരു സൈക്കിൾ ഓഫ് എസ്കലേഷനെ നല്ല രീതിയിൽ ട്രിഗർ ചെയ്യുന്നു എന്നുള്ളതിന് ഒരു ഉറപ്പില്ല. ഒരു ഉറപ്പ് ഇവിടെ പറയുന്നില്ല. രണ്ട് കാര്യത്തെ പറ്റി ഇവിടെ പറയുന്നത്, ആൻഡ് ഈക്വൽ ആയ രണ്ട് കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് ആൻഡ് വരണം, ബട്ട് അല്ല. ബട്ട് ഇവിടെ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് അല്ല പറയുന്നത്, രണ്ടും ഈക്വൽ ആയിട്ടുള്ള രണ്ട് നെഗറ്റീവ് കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്, സംശയത്തെ പറ്റി പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ആൻഡ് കൊടുക്കണം കേട്ടോ പിള്ളേരെ. അതെ, ക്രിക്കറ്റ് ഫാൻസ് ഇപ്പോൾ കുറഞ്ഞു വരുമോ? ശരിയാ. ഓൾദോ അല്ല കേട്ടോ, ആൻഡ് ആണ് എമ്മിലെ, ഇവിടെ ആൻഡ് ആണ് കേട്ടോ. ബാങ്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാൻ ബിഗിനേഴ്സ് കോഴ്സ് ഉണ്ടോ മിസ്സേ? ഉണ്ട്. ഇപ്പോൾ കൊണ്ടുവരുന്ന ബിഗിനേഴ്സ് ക്വിസ് എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോൾ നമ്മൾ ചേരുന്ന ഇതിൻ്റെ SBI ക്ലർക്കിൻ്റെ ക്ലാസ്സുകളില്ലേ, SBI ക്ലർക്കിൻ്റെ ക്ലാസ്സുകൾ മൊത്തം ബിഗിനേഴ്സിന് വേണ്ടി സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ ആർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ SBI ക്ലർക്കിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. കാരണം നമ്മളതിൽ ബേസ് മുതൽ കവർ ചെയ്യുകയാണ്. പിന്നെ അതുകൂടാതെ അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ്, ബേസ് മുതൽ ഇംഗ്ലീഷും ഉണ്ട് കവർ ചെയ്യുന്നുണ്ട്, മാത്തും കവർ ചെയ്യുന്നുണ്ട്, റീസണിങ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് വേണമെങ്കിൽ കൂടുക. ജോയിൻ ചെയ്യുമ്പോൾ കോഡ് മറക്കണ്ട, Y314 കോഡ് ഉപയോഗിച്ച് അങ്ങ് ജോയിൻ ചെയ്തോ കേട്ടോ. അത് അറിയാം, SBI ക്ലർക്കിൻ്റെ നമ്മുടെ ക്ലാസ് അതിൽ ജോയിൻ ചെയ്യണം. ഞാൻ വേണമെങ്കിൽ ലിങ്ക് അയച്ചു തരാം.
ഓക്കെ, ലിങ്ക് അയച്ചാൽ ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് അങ്ങ് നേരിട്ട് അങ്ങ് ജോയിൻ ചെയ്തു. അത് ബേസ് മുതൽ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതാകുമ്പോൾ ആർക്ക് ഒരു എന്താ പറയുക ഒരു ബേസ് കിട്ടും, എന്നിട്ട് പഠിച്ചു പോകും. പഠിക്കുന്ന ഇപ്പോൾ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ പഠിച്ചു പോയാൽ മതി. അങ്ങനെ പോകുമ്പോൾ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പിന്നെ പണി പാളും. ഓക്കെ, വുഡ് അല്ലല്ലോ കുഡ് ആവുമെന്നോ? വുഡ് വരാം, വുഡും കൂട്ടും ഒരേ മീനിങ് ആണ് കേട്ടോ. വുഡും കൂട്ടും ഏറെക്കുറെ ഒരേ മീനിങ് ആണ്, ഒരു മാറ്റവും ഇല്ലാത്തവരാണ് ഇർഫാൻ, അതിൽ പ്രശ്നമില്ല. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പഠിച്ച പിള്ളേരെ, ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് റൈറ്റ് ഇൻ റിജക്ട് ദി നോഷൻ ഓഫ് ലീഡർ ഫോർ ലൈഫ് ഇൻ പൊളിറ്റിക്കൽ പാർട്ടീസ്. അതാണ് ഇന്നത്തെ ചോദ്യം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് റൈറ്റ് ഇൻ റിജക്ട് ദി നോഷൻ ഓഫ് ലീഡർ ഫോർ ലൈഫ് ഇൻ പൊളിറ്റിക്കൽ പാർട്ടീസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ കിട്ടും. ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് എനിക്ക് ആൻസർ തരാൻ മറക്കരുതേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എപ്പോഴും അംഗമായിരിക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനൽ 2 എണ്ണം ഉണ്ട്, KPSC ഷോർട്ട് സെലക്ഷൻ ആൻഡ് Adda247 കേരള സെൻട്രൽ എക്സാംസ്. ബി എ പാർട്ട് ഓഫ് us. 2 ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഒരു നോട്ടിഫിക്കേഷൻ ജോബ് അലേർട്സ് ഒന്നും മിസ് ഔട്ട് ആവാതിരിക്കട്ടെ. ഓക്കെ, മുന്നോട്ട് പോകാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ്, കീപ് വാച്ചിങ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, നിങ്ങളുടെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി എല്ലാവർക്കും കൊടുക്കുക കേട്ടോ. ടെൻസിൻ്റെ ക്ലാസ് കഴിഞ്ഞോ ന്യൂ ബാച്ചിൽ? കഴിഞ്ഞില്ല. ഇല്ല, ടെൻസിൻ്റെ ക്ലാസ് ഇനിയും ഉണ്ടടാ, എല്ലാ ബാച്ചിലും ഉണ്ട്. നീ ഇതല്ലേ എൻ്റെ പേരെന്താ മഹാപാക്കല്ലേ, നീ ധൈര്യമായിട്ട് നോക്കിക്കോ. ടെൻസിൻ്റെ ക്ലാസ്സിൽ ഇനിയും വരാനുണ്ട്. ഇംഗ്ലീഷാണോ പ്രോബ്ലം? അന്ന് എന്തായാലും SBI ക്ലർക്ക് ജോയിൻ ചെയ്ത് ഇംഗ്ലീഷിനെ സെറ്റാക്കി തരാം, പേടിക്കണ്ട. ഞാനും റീമാ മിസ്സും ഉണ്ട് കേട്ടോ. രശ്മി, താങ്ക് യു രശ്മി. ഓ യാ, ഓക്കെ, യെസ്. അപ്പോൾ കോമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ആൻസർ തരാൻ മറക്കണ്ട. കോമൻറ്റ് സെക്ഷനിൽ ആൻസർ തന്നെ എല്ലാവരും. അതുപോലെ തന്നെ സജഷൻസ് ഉണ്ടെങ്കിൽ മുന്നോട്ട് വെക്കാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാനും മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.